കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. എനിക്ക് ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. അതായത് എന്നിലൂടെ കർത്താവിന്റെ പ്രവൃത്തികൾ നടക്കും. എന്നിലൂടെ കർത്താവിന്റെ പ്രവൃത്തികൾ നടക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുവാനും. ഒരു സെക്കൻഡ്. ഈ സൂം നടക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ സമയത്ത് നിങ്ങൾ കോൾ ചെയ്യരുത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് ലൈവിൽ കാണുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, യൂട്യൂബിൽ നിങ്ങൾ ഈ പ്രാർത്ഥന കണ്ടിട്ടാണ് വിളിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും 9:30 മുതൽ ഈ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കോൾ ചെയ്തത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ സമയമാണ്. ഞാൻ ഈ ഫോണെല്ലാം ഓൺ ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് അതിലോട്ട് ശ്രദ്ധ കൊടുക്കാതിരിക്കാനും കഴിയത്തില്ല. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചന ചിന്ത ആർക്കെങ്കിലും ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ആർക്കെങ്കിലും ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ആമേൻ. അപ്പൊ കർത്താവിന്റെ കൃപയാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ്, അതായത് മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങൾ പറയുന്നത് എല്ലാം കറക്റ്റാണ്. നമ്മൾ ആത്മാവ് ഒരുക്കമുള്ളതോ ജഡം ബലഹീനമായത്. അപ്പൊ എന്താണ് ആ ബലഹീനത എന്നുള്ളത് ഇന്നലെ കേൾക്കാൻ ഇടയായി തീർന്നു. ഇന്നും കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് വചനം കേൾക്കാം. നമ്മൾ മർക്കോസ് ലീഹായുടെ സുവിശേഷമാണ് കുറച്ച് നാളുകളായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നുള്ളൂ. ഈ 14-ാമത്തെ അധ്യായം വരെ നമ്മൾ എത്തി. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തുടങ്ങിയതാണ് മർക്കോസ് ലീഹായുടെ സുവിശേഷം. ഇന്നും അധ്യായം അവസാനിച്ചിട്ടില്ല. ദൈവത്തിന്റെ കൃപയാണ്. ഇത്രയും നീണ്ട ഒരു വചന പഠനം മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് വീണ്ടും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മർക്കോസ് ലീഹായുടെ സുവിശേഷം നമ്മൾ കഴിഞ്ഞതാണ്. പിന്നെയും കർത്താവ് നമ്മളെ അതിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. ഇന്ന് മർക്കോസ് ലീഹായുടെ സുവിശേഷം ചില വാക്യങ്ങൾ നമുക്ക് പിന്നെയും കേൾക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം എടുക്കാം. മർക്കോസ് ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ക്രൂശീകരണമാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതിനുശേഷം വചനം വായിച്ചപ്പോൾ കർത്താവ് ഇടപെട്ട ചില വചനങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വചനത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കർത്താവ് ഇടയാക്കി തീരും. എന്റെ തുടക്കത്തിൽ തന്നെ കർത്താവ് എന്നോട് പറയുന്ന ഒരു കിഷോർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരുന്നു. ആ കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഒരു കാഴ്ച കാണിക്കുന്നത്, അവന്റെ ജീവിതത്തിന്റെ അകത്ത് അവൻ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ വല്ലാത്തൊരു ഭാരത്തോടെ നിൽക്കുകയാണ്. അവന്റെ ജീവിതവും അതുപോലെ തന്നെയാണ്, ആ കുടുംബവും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. എങ്ങോട്ട് മാറണമെന്നോ അല്ലെങ്കിൽ എങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഇന്ന് ആ കിഷോറിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയുകയാണ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ ഭവനം ദൈവത്താൽ ഒരു സാക്ഷ്യമാകാൻ വേണ്ടി പോകുന്നു. ആ മകനുമായി ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഒരു ബ്ലാക്ക് കളറിലെ ബൈക്കേൽ ഇവൻ യാത്ര ചെയ്യുന്ന കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ കാണുന്നൊരു കാഴ്ച, ദൈവം അവനെ സൂക്ഷിക്കുന്നതായിട്ട് കർത്താവ് പറയുന്നു. ദൈവം സൂക്ഷിച്ചത് കൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് പറയുവാൻ കർത്താവ് ഇടപെടുന്നു. ആ വ്യക്തിക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ആരാണോ അത് ചാടിപ്പിടിച്ചോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് തീർക്കുവാൻ വേണ്ടി പോകുന്നു. വലിയൊരു അത്ഭുതമാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. ഇപ്പോൾ ഖത്തറിലാണ് പുള്ളി ജോലിക്ക് പോയി.
ഇത് വലിയൊരു വഴിത്തിര സിസ്റ്ററെ ആ മകന് വേണ്ടി ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് അവന്റെ ജീവിതത്തെ ദൈവം സൂക്ഷിച്ച പുള്ളിയുടെ പഠനം ദൈവം ഇത്രയും നാളും സൂക്ഷിച്ചത് കൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചാൽ ദൈവം വഴി തുറക്കുമെന്ന് പറയണം. പല അനർത്ഥങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നതാണ് ആ വ്യക്തിയുടെ. കർത്താവ് പൊതിഞ്ഞ് സൂക്ഷിച്ചത് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സാക്ഷിയാക്കി മാറ്റും. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ പോകാം. കർത്താവ് ആലോചനകളിൽ വിശ്വസ്തനാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുത്തല്ലോ. കർത്താവിന്റെ ക്രൂശീകരണമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ വചനം വായിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ ഇടപെട്ട ദൈവം തന്ന ചില കാര്യങ്ങളാണ്. ഈ വചനത്താൽ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഓർപ്പിക്കാന്ന് പറഞ്ഞിട്ട് ആരും ഓർപ്പിച്ചില്ല. നിങ്ങൾ മറന്നാണോ എനിക്കറിയത്തില്ല. എങ്കിലും ചിലപ്പോൾ മൈക്ക് മ്യൂട്ടായതുകൊണ്ടായിരിക്കാം. നമ്മൾ വരും ദിവസങ്ങളിൽ കർത്താവ് ചില നിയോഗങ്ങളെ തരാൻ ഇടയായി തീർന്നു. നമ്മൾ മുന്നോട്ട് ചില പ്രാർത്ഥനകളെ ക്രമീകരിക്കുന്നുണ്ട്. അപ്പം ദുബായിൽ, മിഡിൽ ഈസ്റ്റിൽ, നമ്മൾ കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ പിന്നെയും നമ്മൾ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നുണ്ട് പല പട്ടണങ്ങളിൽ. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം പല ആളുകളും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, അതായത് മിഡിൽ ഈസ്റ്റിലാണ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഏത് സ്ഥലത്ത് വെച്ചാലാണ് എല്ലാവർക്കും വരാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു അഭിപ്രായം പറയണം. അതായത് ഇപ്പം ദുബായ് ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, സൗദി ഉണ്ട്. ഇപ്പം ഏത് സ്ഥലത്ത് വെച്ചാലാണ് എല്ലാവർക്കും വന്നെത്താൻ പറ്റുന്ന ഏതാണോ സ്ഥലം അവിടെ നമുക്ക് ക്രമീകരിക്കാം. അപ്പോൾ കുറച്ച് ആൾക്കാർ ദുബായ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ദുബായ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുവൈറ്റിലും സൗദിയിലും ഒക്കെ ഉള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണോ ദുബായിൽ? ഈ മിഡിൽ ഈസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. നിങ്ങൾക്ക് ദുബായ് ആണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ, നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലം അതാണെങ്കിൽ അത് നിങ്ങൾ പറയണം. ഗ്രൂപ്പുകളിലേക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ അതനുസരിച്ച് എപ്പോഴാണ് ക്രമീകരണം അറിയത്തില്ല. അത് കർത്താവ് മുന്നോട്ട് അത് ചെയ്യുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് യൂട്യൂബിലും നമ്മുടെ ഇപ്പം നിങ്ങളൊന്നും പറയണ്ട, സൂമിലും വാട്സാപ്പിലും ഒക്കെ കാണുന്നവരും ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് കൂടി വരുവാൻ തക്കതായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. അതിൻ്റെ റെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ക്രമീകരിക്കേണ്ട. അത് നിങ്ങൾ അന്വേഷിക്കുക, കൂടി വരാനുള്ളൊരു സ്ഥലം പറയുക. നമുക്ക് എല്ലാവർക്കും കർത്താവ് എന്ത് എത്തിയും. ജോലിയാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കർത്താവിൻ്റെ നാമത്തിൽ കൂടുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്നേ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് അതിനുള്ള വഴി തുറക്കും, വരാനുള്ള കാര്യങ്ങളെ ക്രമീകരിക്കും. എല്ലാം അത് നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ മീറ്റിങ്ങിലും ഞാൻ പറയുന്നു. നിങ്ങൾ കർത്താവ് എനിക്ക് ആ പ്രാർത്ഥനകളിൽ പങ്കുചേരണമെന്ന് ആഗ്രഹമുള്ളവർ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴികളെ തുറക്കും. ദൈവം അത്ഭുതമാക്കി മാറ്റും. പിന്നെ നമ്മുടെ ലീഡേഴ്സിൻ്റെ കാര്യത്തിൽ ഈ ഗ്രൂപ്പിൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ലീഡേഴ്സ് മീറ്റിങ്ങിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത് സുവിശേഷ വേലയിൽ താല്പര്യം ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, സുവിശേഷ വേലയിൽ താല്പര്യം ഉള്ളവരാണ് അതിൻ്റെ അകത്ത് പങ്കുചേരേണ്ടത്. അപ്പോൾ അത്രയും പേരും ഉള്ളവരാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം അവർക്ക് വേണ്ടി ഒരു സൂം പ്രയർ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കുചേരുക. അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ വരാൻ പോകുന്ന പ്രാർത്ഥനകളെപ്പറ്റി സംസാരിക്കാനുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ബാക്കി ഞാൻ ഓർക്കുന്നത് പോലെ ബാക്കി കാര്യങ്ങളെ പറയാം കേട്ടോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് കേൾക്കാം. ഇവിടെ വചനത്തിൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ പറ്റി പറയുന്നു. ഇവിടെ വചനത്തിൽ മർക്കോസിന്റെ സുവിശേഷം 15:27 പറയുന്നു, അവൻ 2 കള്ളന്മാരിൽ ഒരുത്തന്റെ വലത്തും ഒരുത്തന്റെ ഇടത്തുമായി കർത്താവിനോട് കൂടെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ കർത്താവിനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. ഈ ബൈബിൾ എപ്പോഴും നോക്കിക്കോണം. ബൈബിൾ യേശുക്രിസ്തു ചെയ്ത ഒരു കാര്യവും അബദ്ധമല്ല. ബൈബിളിൽ കർത്താവിനാൽ സംഭവിച്ചതൊന്നും അബദ്ധമല്ല. കർത്താവ് ചെന്ന ഭവനത്തിലെ വീഞ്ഞ് തീർന്നു പോയത് അബദ്ധമല്ല. കർത്താവ് തൻ്റെ കൂടെ നടന്ന എല്ലാ സംഭവങ്ങളും അബദ്ധങ്ങളല്ല. ഇതൊക്കെയും കാലങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടതാണ്. ഈ എഴുതപ്പെട്ടത് പ്രകാരമാണ് ഓരോന്നും സംഭവിക്കുന്നത്. നമുക്കിത് വായിക്കുമ്പോൾ ഭയങ്കര ബലമാണ്. എപ്പോഴും ഓർത്തോണം, ബൈബിൾ നമുക്ക് ഭയങ്കര ബലമാണ്. വേറെ ഒരു മനുഷ്യനും നമ്മളെ ബലപ്പെടുത്തിയില്ലെങ്കിലും ലോകത്തിൽ ഒരു ശക്തിയും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും വചനം നമ്മുടെ ബലമാണ്. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ പറഞ്ഞ പ്രകാരം നടക്കും എന്നതിൻ്റെ വലിയ തെളിവാണ്. യേശുക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവിന് എന്ത് ചെയ്തു? ക്രൂശിച്ചു. അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നാൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി പോകുമല്ലേ എന്ന 2 കള്ളന്മാരെയും കൂടെ ഇടയിലേക്ക് നിർത്തിയേക്കാം എന്ന് തീരുമാനിച്ചതല്ല. ഈ 2 കള്ളന്മാര് പോലും അത് പറഞ്ഞിരിക്കുന്നു അധർമ്മികളുടെ കൂട്ടത്തിൽ. അപ്പൊ ഈ 2 അധർമ്മികളെയും ഇവരുടെ കൂട്ടത്തിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമെന്നുള്ളത് പെട്ടെന്ന് സംഭവിച്ചതല്ല. അത് മുന്നമേ തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു.
നോക്കി, അത് പഴയ നിയമത്തിലെ ഒരു വാക്കെടുത്ത് ഇങ്ങോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, കടന്നു പോകുന്നവർ തല കുനിച്ചുകൊണ്ട്, ഹാ മന്ദിരം പൊളിച്ച 3 നാളുകൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു യേശുവിനെ ദുഷിച്ചു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും യേശുവിനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വയ്യ. നാം ഇത് കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്നും ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അവരോട് ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. നോക്കിക്കേ, എത്ര ദയനീയമായ ഒരവസ്ഥയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവരെ, നിങ്ങളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ താഴ്ത്തും. നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. ഇത്ര നല്ലൊരു കർത്താവ്, എനിക്കിത് വായിച്ചപ്പം എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരിക. നമുക്കൊക്കെ പലപ്പോഴും താഴാനും ക്ഷമിക്കാനും നമുക്കൊരു സെക്കൻഡ് പോലും കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു സ്വഭാവത്തെ നോക്കിക്കേ. ആ വചനം നിങ്ങൾ വായിച്ചു നോക്കിയേ. ആ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചപ്പോഴും കർത്താവ് പരാതി പറഞ്ഞില്ല. ആ പരിഹാസത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും അവിടെ കണ്ടവരും നിന്നവരും പോയവരും എല്ലാം വിളിച്ചു പറഞ്ഞു, തന്നെത്താൻ എല്ലാവരെയും അത്ഭുതം ചെയ്ത കർത്താവായ യേശുവേ, നിനക്ക് തന്നെത്താൻ രക്ഷിക്കാൻ മേലെ. യേശുവിനെ എത്രത്തോളം പരിഹസിക്കാവോ. അവിടെ വചനം പറയുന്നു, കർത്താവിനെ ഉപദ്രവിച്ച കൂട്ടരുണ്ട്, കർത്താവിന്റെ മുഖത്ത് മാറി മാറി അടിച്ചവരുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇത്രയും ഏറ്റിട്ടും വചനം പറയുന്നു അവരോട് ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. കള്ളന്മാര് വരെ യേശുവിനെ പഴിച്ചു പറഞ്ഞു. നോക്കിയേ, 6 മണി നേരമായപ്പോൾ 9 മണി നേരത്ത് ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9 മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്നർത്ഥമുള്ള ഏലോഹി 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 ഷമ്മ ശബത്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. നോക്കി, എന്നിട്ട് പറയാണ്, അരികെ നിന്നവരിൽ ചിലത് കേട്ടിട്ട് ഏലിയാവെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ ഒരു ദയനീയമായിട്ടുള്ളൊരവസ്ഥ ഇവിടെ വരച്ചു കാണിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, ഇത്രയും നിന്ദകൾ, ഇത്രയും പരിഹാസങ്ങൾ, ഇത്രയും വേദനകൾ, ഇത്രയും തകർച്ചകൾ, ഇതിലൂടെയെല്ലാം കർത്താവ് കടന്നു പോകുന്നത് എന്തിനാണെന്നറിയാവോ? മർക്കൂസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 23 വാക്യത്തിലെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. കർത്താവ് പാനപാത്രം എടുത്ത് സ്വോത്രം ചൊല്ലി അവർ കൊടുത്തുകൊണ്ട്, ഇത് വാങ്ങി കുടിക്കുക, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു. നോക്കിക്കേ, ജയത്തിന്റെ ഒരു നിയമത്തിന് വേണ്ടി മാനവജാതി, ലോക ചരിത്രത്തിൽ സകല മനുഷ്യരും വിശ്വസിക്കുന്ന ഏവരും സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ വേണ്ടിയുള്ള കാൽവരി ക്രൂശിലെ യാതനയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ രക്തം കർത്താവ് ചൊരിയുന്നത്, പുതിയൊരു നിയമത്തിന് വേണ്ടി. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, തിരുവഴുത്തിൻ പ്രകാരമാണ് ക്രിസ്തു ഇതെല്ലാം അനുഭവിക്കുന്നത്. ഇവിടെ ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം, ബ്രദറെ അത് ചിലപ്പോൾ നടന്നില്ലായിരിക്കാം, സാരമില്ല കേട്ടോ. പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ വരുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും, എത്രയോ കാര്യങ്ങൾ കിട്ടാതെ പോകുന്നുണ്ട് സഹോദര, എത്രയോ കാര്യങ്ങൾ ലഭിക്കാതെ പോകുന്നുണ്ട് സഹോദര, ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ വന്ന് കിടക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ചാടി എണീറ്റിട്ട് പറയണം, എൻ്റെ കർത്താവ് സകല മനുഷ്യന്റെ മുമ്പിൽ അവരുടെ പരിഹാസങ്ങൾ കേൾക്കുമ്പോഴും യേശുക്രിസ്തുവിന് ബോധമുണ്ട്. കർത്താവിനെ പരിഹസിക്കുമ്പോഴും, മുഖത്തു മാറി മാറി അടിക്കുമ്പോഴും, നിന്ദിക്കുമ്പോഴും, ഉപദ്രവിക്കുമ്പോഴും, വേദനിക്കുമ്പോഴും കർത്താവ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നറിയാവോ? കർത്താവിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ രക്തം കൊണ്ട് പുതിയൊരു ജയത്തിന്റെ നിയമം സ്ഥാപിക്കണം. വിശ്വാസ വീരന്മാർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി പുറത്തേക്ക് വരണമെങ്കിൽ, സ്വർഗം തുറന്ന് നിത്യജീവൻ തുറന്നു വരണമെങ്കിൽ, നിത്യരക്ഷ തുറന്നു വരണമെങ്കിൽ, മാനവജാതിക്ക് സമാധാനത്തിന്റെ ഒരു ദിവസങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഞാനിവിടെ മൗനമായിരുന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി മൗനമാകണ്ട, വിളിച്ചു പറയണം, എൻ്റെ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമത്തിലാണ്. അപ്പൊ നിങ്ങളുടെ അകത്തേക്ക് ഒരു സംശയം വന്നേക്കാം, ബ്രദറെ ഞാനിത് വിശ്വസിക്കുന്നുണ്ട്, ഞാനിത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനിത് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് ബ്രദറെ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചിലത് കാണാതെ വരുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇപ്പോഴൊരു ഭയവും ടെൻഷനും വരിക, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് ഞാൻ പരാജയപ്പെട്ടു പോകുമോ?
ഉടനെ ചിന്തിച്ചാൽ മതി, ഈ ഒരു വാക്യം മറക്കരുത്. തിരുവഴുത്തിൻ പ്രകാരം ആ രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. നോക്കിയേ, അധർമ്മികളുടെ കൂട്ടത്തിൽ യേശുവിനെ എന്നീ തിരുവഴുത്ത് നിവർത്തി. അപ്പൊ വചനത്തിൽ കർത്താവിന്റെ ക്രൂശിനെ പറ്റി മുന്നമ്മേ എഴുതി വെച്ചിട്ടത് നിവർത്തിയായെങ്കിൽ ബൈബിൾ പറയുന്നു യേശുവിന്റെ രക്തത്താൽ നിയമിക്കപ്പെട്ട നിയമം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിയമത്തിന്റെ പേരാണ് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസമാർഗമാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു ഇത് കർമ്മമാർഗമല്ല, വിശ്വാസമാർഗമാണ്. വിശ്വാസമാർഗത്തിന്റെ പ്രത്യേകത കാഴ്ചയാലല്ല, വിശ്വാസത്താൽ പോകുന്നു. വിശ്വാസമാർഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസമാർഗം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പാന്ന് പറ. നിങ്ങളുടെ മനസ്സിൽ പോലും ഒരു ചിന്ത വരരുത്. നിങ്ങളുടെ മനസ്സിൽ പോലും ഒരു ചിന്ത വരരുത്, ഞാൻ വിശ്വസിക്കുമ്പോൾ കുറച്ച് പ്രാർത്ഥന വേണം, കുറച്ച് നേർച്ച വേണം, കുറച്ച് കാഴ്ച വേണം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ വിശ്വാസത്തിന്റെ ശക്തി യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ രക്തമാണ്. ഈ രക്തം ക്രൂശിൽ ചൊരിഞ്ഞുവെന്ന് തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട നിയമമാണ് വിശ്വാസമാർഗം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരുവൻ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഇന്ധനമാണ് ഈ വിശ്വാസമാർഗം. ആമേൻ. നിങ്ങൾ നോക്കിയേ, കർത്താവായ യേശു ക്രിസ്തു മൗനമായിരിക്കുന്നതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, കർത്താവ് അവിടെ മൗനമായിരുന്നു കൊണ്ട് തന്റെ നിയമത്തെ അവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. നോക്കിയേ, യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ ഞാൻ ഈ മർക്കോസിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഞാൻ എടുത്ത് വായിക്കാവേ. ഇവിടെ നിങ്ങൾ നോക്കിയേ, കർത്താവ് അവസാന സമയത്ത് പറയുന്ന ചില വാക്കുകളാണ്. 6-ാം മണി നേരമായപ്പോൾ 9-ാം മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബഥാനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. മർക്കോസിൽ ഇത്രയും എഴുതിയിട്ടുള്ളൂ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ 19-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ പറയുന്നു, അവൻ സകലതും തികഞ്ഞു എന്ന് അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവർത്തിയാകുവാൻ തുടങ്ങി. തിരുവഴുത്ത് നിവർത്തിയാകുവാൻ തുടങ്ങി. അപ്പം കർത്താവ് അണുവിട മാറിയിട്ടില്ല. വചനത്തിലെ ഒരു വള്ളി പോലും മാറ്റാതെ വചനത്തിന്റെ ഓരോ പദ്ധതികളും അതേപോലെ ഏറ്റെടുത്ത് കർത്താവ് അതിൻ പ്രകാരം പറയുന്നു, തിരുവഴുത്ത് അതിനുശേഷം സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവർത്തിയാകുവാൻ തക്കവണ്ണം എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, കർത്താവിന്റെ ദാഹം പോലും കർത്താവ് മുന്നമേ കണ്ടതാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? പുതിയ നിയമത്തിന്റെ സ്ഥാപകനായ യേശു. നമ്മൾ ശക്തിപ്പെടണം കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിൽ ബലപ്പെടണം കേട്ടോ. ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി ഒരു നിയമം തന്നെയുണ്ട്. എൻ്റെ വിശ്വാസം നടക്കാൻ വേണ്ടി, ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അത് അത്ഭുതമായി തരാൻ വേണ്ടി ഞാൻ ഇന്ന് ഏത് വചനമാണ് വിശ്വസിക്കുന്നത് അതെൻ്റെ കൺമുമ്പിൽ നടത്തി തരുന്നൊരു നിയമം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെ നടപ്പിലാക്കി തരുന്നൊരു നിയമം ഉണ്ടെന്ന് പറ. ആമേൻ. ഞാനൊരു നിയമത്തിന്റെ അകത്തിരുന്നുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ വിശ്വസിക്കുന്നത് ഒരു നിയമത്തിലിരുന്നു കൊണ്ടാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാൻ കർത്താവെ കിട്ടി പ്രാർത്ഥിച്ചു നോക്കാം, പ്രാർത്ഥന ദൈവം കേട്ടാൽ മതിയായിരുന്നു, എൻ്റെ വിശ്വാസം ദൈവം മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്തല്ല നിൽക്കുന്നത്. ഞാനൊരു നിയമത്തിന്റെ അകത്തായിരിക്കുന്നത്. നിയമത്തിന്റെ പ്രത്യേകത എന്തുവാ? നിയമം ഒറ്റയ്ക്കല്ല, നിയമത്തിന്റെ പിന്നിൽ ഒരു കർത്താവുണ്ട്, നിയമകർത്താവുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് അല്ലേ? നിങ്ങളൊരു പുസ്തകം തരുമോ? നമുക്ക് ഇന്ത്യൻ നിയമത്തിന്റെ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ പുസ്തകത്തിന്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന പീനൽ കോഡുകൾ, നിയമങ്ങൾ നടപ്പിലാക്കുവാൻ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഒറ്റയ്ക്കല്ല. ആ പുസ്തകത്തിന്റെ പുറകിൽ ഒരു കർത്താവുണ്ട്. കർത്താവ് എന്ന് പറഞ്ഞാൽ നിയമകർത്താവ്. അത് നടത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഈ ബൈബിളിന്റെ അകത്ത് ഇതിന്റെ രക്തത്തിൽ പുതിയ നിയമമാണെന്ന് പറയുന്നുവെങ്കിൽ ഈ നിയമം നടപ്പിലാക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ നിയമപ്രകാരം ആര് വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുന്ന, നടക്കുവല്ല, എന്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വസിക്കുമ്പോൾ നടക്കുവല്ല, വിശ്വസിക്കുമ്പോൾ കർത്താവ് എനിക്ക് നടത്തി തരുവാന്ന് പറ. ആമേൻ ആമേൻ. മറക്കല്ല്, വിശ്വസിക്കുമ്പോൾ നടക്കുവല്ല, വിശ്വസിക്കുമ്പോൾ കർത്താവ് എനിക്ക് നടത്തി തരികയാണ്.
നടത്തി തരികയാണ്. അപ്പൊ മറന്നുപോകില്ല, നമ്മൾ ഈ ദിവസങ്ങളിൽ വചനം വായിക്കുമ്പോൾ നിങ്ങൾ നിസ്സാരക്കാരല്ല. നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷാമാർഗത്തിലേക്ക് എത്തിപ്പെട്ടവര്, രക്ഷിക്കപ്പെട്ടവര്, രക്ഷയിലേക്ക് വന്നവര്, നിങ്ങളെപ്പറ്റി ഇപ്പൊ നിങ്ങൾ നിയമത്തിലേക്ക് വന്നവരാ. ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ ഏത് കോണിലായിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് ഭവനത്തിലായിക്കോട്ടെ, എത്ര വലിയ പ്രതിസന്ധിക്കായിക്കോട്ടെ, അവിടെ ഇരുന്നുകൊണ്ട് പറ, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്താൽ നിയമിക്കപ്പെട്ട നിയമമാണ്. ഈ നിയമം സ്ഥാപിക്കുന്ന രംഗമാണ് മർക്കൂസിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്ത് ചെയ്തു? അവര് പറഞ്ഞ നിന്ന കേട്ടു, പരിഹാസം കേട്ടു, ചാട്ടവാറടി കൊണ്ട് വേദന അനുഭവിച്ചു, പരിഹാസമായി തീർന്നു, തല കുനിക്കപ്പെട്ടു. ഇതെല്ലാം കർത്താവ് ചെയ്ത് എന്തിനു വേണ്ടെന്നറിയാമോ? ഒറ്റ ലക്ഷ്യം, എന്റെ രക്തം ചൊരിയണം. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ യേശു ക്രിസ്തുവിന് അവിടെ നിന്ന് എണീറ്റ് പോകാം, മാറി നിൽക്കടാന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? ഭയപ്പെട്ട് വേണം മാറി നിൽക്കും. ദൂതന്മാർ അപ്പൊ തന്നെ ഇറങ്ങി വന്ന് മൊത്തം യെരുശലേമിനെയും റോമൻ ഗവൺമെന്റിനെ തന്നെ എന്ത് ചെയ്യും? കർത്താവിന്റെ നാമത്തിൽ അവിടെ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. പക്ഷേ കർത്താവ് അവിടെ മൗനമായിരുന്നതിന്റെ കാരണം സകലതും തികഞ്ഞിരിക്കുന്നു. എന്തിനാണെന്നറിയാവോ? ഇന്ന് വിശ്വസിക്കുന്നവന്റെ അകത്തോട്ട് ഈ വചനം അകത്തോട്ട് കയറണം. നിങ്ങൾ ഏത് വചനത്തിലാണോ ആശ്രയിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയാറില്ലേ, നിങ്ങളൊരു വിഷയം പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കരുത്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലേ, നിരുത്സാഹപ്പെടുത്തുന്ന പ്രസംഗം എന്താണെന്നറിയാവോ? ഞാനിപ്പോൾ ഒരു വചനം വിശ്വസിക്കുക, ഉദാഹരണം പറയാം, ഞാൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാന്ന് വിചാരിച്ചു. അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലുള്ള ചോദ്യങ്ങളെ കൊണ്ടുവരുന്ന, എൻ്റെ മുമ്പിൽ സംശയത്തെ കൊണ്ടുവരുന്ന ഏത് പ്രസംഗമായിക്കോട്ടെ, എന്താ സംശയം എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ. ഓ ബ്രദറെ, പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? എൻ്റെ കൂടെ പറ, ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചാൽ എനിക്ക് വേണ്ടി നടത്തി തരുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പറ. ആമേൻ. ഞാനൊരു സാക്ഷി ഒന്ന് ഇടയ്ക്കൊന്ന് കേൾപ്പിക്കുവാണ്. നിങ്ങൾ കേൾക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അത് ഞാനൊന്ന് കേൾപ്പിക്കാം. അതിന്റെ നമ്മുടെ ഈ സാക്ഷ്യം കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം. നിങ്ങൾക്ക് വോളിയത്തിലുണ്ടെങ്കിൽ ഞാൻ ലൈവും കൂടെ ഒന്ന് ഓണാക്കി നോക്കിയോട്ടെ. കാര്യം അതിലും കൂടെ കേൾക്കാൻ പറ്റണം. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേൾപ്പിച്ച പല സാക്ഷ്യങ്ങളും ചിലർ പറയുന്നു ലൈവിൽ അത് കേൾക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ലൈവും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, സാക്ഷ്യം അതിൽ റെക്കോർഡ് കയറുന്നുണ്ടോ എന്ന്. ലൈവും കൂടെ ഒന്ന് ഓണാക്കി നോക്കിയോട്ടെ. കാര്യം അതിലും കൂടെ കേൾക്കാൻ പറ്റണം. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേൾപ്പിച്ച പല സാക്ഷ്യങ്ങളും കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് അത് കേട്ടായിരുന്നോ? ഇപ്പൊ ഞാൻ പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ലൈവിൽ എനിക്ക് തോന്നുന്നത് ലൈവിൽ അത് കേൾക്കുന്നത് എനിക്ക് അറിയത്തില്ല, കുഴപ്പമില്ല. ഞാനത് കേൾപ്പിക്കും. ഒരു സഹോദരി നമ്മുടെ പ്രെയർ ലൈനിൽ ഇട്ട് നിൽക്കുന്ന നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് പ്രെയർ ലൈനിലേക്ക് അയച്ചു തരാം. പ്രെയർ ലൈൻ നമ്പർ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ നിങ്ങളത് മറക്കരുത്. ഞാനിപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം. ഒരു മിനിറ്റ്, എല്ലാം കൂടെ മിക്സ് ആയിപ്പോയി. കുറേശ്ശായി മാറിപ്പോയി. ഇപ്പൊ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോ അതവിടെ ഇല്ല, അങ്ങനത്തെ ഒരു രോഗവും ഇല്ല എന്നുള്ളത് കണ്ടതിന് ദൈവത്തിന് സ്വന്തം. ഞാൻ ആ സാക്ഷ്യം ഒന്നുകൂടെ ആദ്യം പോലെ കേൾപ്പിക്കുക. അത് ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എന്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ സൗഖ്യം വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവളെ മാറത്ത് മഴയായിരുന്നു. ആ മഴ കുറേശ്ശായി മാറിപ്പോയി. ഇപ്പൊ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോ അതവിടെ ഇല്ല, അങ്ങനത്തെ ഒരു രോഗവും ഇല്ല എന്നുള്ളത് കണ്ടതിന് ദൈവത്തിന് സ്വന്തം പറയുന്നത്. ആമേൻ. നമ്മുടെ പ്രെയർ ലൈനിലേക്ക് അയച്ചു വന്ന ഒരു സാക്ഷ്യമാണ്, ഒരു ആന്റി അയച്ചേക്കുന്ന സാക്ഷ്യമാണ്. എത്ര പേരത് കേട്ടു? ആ സാക്ഷ്യം എത്ര പേരത് കേട്ടു? നിങ്ങൾക്ക് ലൈവിൽ ആ സാക്ഷ്യം ക്ലിയർ ആയിരുന്നു പറയണേ. കേട്ട് എത്ര പേരത് കേട്ടു? ലൈവില് സൗണ്ട്
ലൈവിൽ എനിക്ക് വന്ന സൗണ്ട് ക്ലിയർ അല്ല, നമുക്ക് കുഴപ്പമില്ല. ഞാൻ ലൈവിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് യൂട്യൂബിൽ അത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം സാക്ഷ്യമായിട്ട് തന്നെ. ലൈവിൽ ഓഡിയോ കട്ട് എനിക്ക് അറിയത്തില്ല, ഓഡിയോ ക്ലിയർ ആയില്ല. ചില സമയത്ത് അങ്ങനെ സാക്ഷ്യം കട്ടാകുന്നുണ്ട്. അപ്പൊ ആ സഹോദരി പറഞ്ഞതാണ്, ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു, കർത്താവിന്റെ വചനം കേട്ടു, കർത്താവിന്റെ മുറിവിനാൽ സൗഖ്യമാകട്ടെ എന്നുള്ള വചനം കേട്ട് ആ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 1 പ്രാർത്ഥിച്ചു കണ്ടില്ല, 2 പ്രാർത്ഥിച്ചു കണ്ടില്ല, ചെറിയ വ്യത്യാസം കണ്ടുള്ളൂ, വിട്ടുകൊടുത്തില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ മുഴ ബ്രസ്റ്റിൽ നിന്ന് അപ്രതീക്ഷിതമായി ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഒരു മരുന്നും കഴിച്ചില്ല, ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു അവിടെ മുഴ ഇല്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അപ്പൊ എന്തിനാ ഞാൻ ഈ വചനം പറയുന്നിടയ്ക്ക് ഈ സാക്ഷ്യം കേൾപ്പിച്ചെന്നറിയാവോ? എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വചനം മനസ്സിലാകാൻ വേണ്ടിയാണ്. കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്ന നിയമം യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ, ഇപ്പൊ ഞാൻ ആ സഹോദരി അവരുടെ വീടിന്റെ പെരയ്ക്കകത്തിരുന്നുകൊണ്ട് മരിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മുഴ മാറിപ്പോകട്ടെ, യേശുവിന്റെ മുറിവിനാൽ മുഴ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ കിട്ടത്തൊന്നുമില്ല. ആ ചുമ്മാ കിട്ടത്തില്ല, നമുക്കും അറിയാം അല്ലേ? മെഡിക്കൽ സയൻസ് ഒത്തിരി കാശ് മുടക്കി ഓപ്പറേഷൻ ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്യേണ്ട, അപ്പൊ ഒത്തിരി പൈസ ചെലവാണ്. അപ്പൊ പെരയ്ക്കകത്തിരുന്നു കൊണ്ട് ആ മരിമോൾക്ക് വേണ്ടി, ആ ബ്രസ്റ്റിലെ മുഴ മാറാൻ വേണ്ടി യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ള വിശ്വാസ പ്രഖ്യാപനത്തെ ഏറ്റുപറഞ്ഞപ്പോൾ ആ മുഴ മാറിയതിന്റെ കാരണം കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പുതിയ നിയമത്തിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവനത് ലഭിക്കേണ്ടതിന് കർത്താവ് എനിക്ക് വേണ്ടി വലിയ വില കൊടുത്ത്, എന്റെ കൂടെ പറഞ്ഞിട്ട് വലിയ വില കൊടുത്ത് നേടിത്തന്നതെന്ന് പറ വിശ്വാസമാർഗം. ആമേൻ. വലിയ വില കൊടുത്ത് നേടിത്തന്ന വിശ്വാസം. ഇതിനെതിരെ ആര് പറഞ്ഞാലും ആര് പ്രസംഗിച്ചാലും പ്രിയരെ, നിങ്ങളവിടെ പോയിട്ട് കൈയടിക്കരുത്. അതിന് ആമേൻ പറയുന്നുവെങ്കിൽ റോമൻ ഗവൺമെന്റിന്റെ മുമ്പിൽ തലകുനിച്ച് നിന്നതുപോലെ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് തലകുനിക്ക് നിൽക്കേണ്ടി വരും. ഇല്ല, എൻ്റെ കർത്താവിന് ഞാൻ തലകുനിക്കാൻ അനുവദിക്കത്തില്ല. എന്തൊക്കെ വന്നാലും യേശു കർത്താവിലുള്ള കാൽവരി ക്രൂശിലുള്ള വിശ്വാസത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ വിശ്വാസ മാർഗത്തിൽ ഞാൻ എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. ഇതിനെതിരെ എന്തു പറഞ്ഞാലും എന്തു പ്രസംഗിച്ചാലും ഞാൻ അതിന് ആമേൻ പറയത്തില്ല. ആ വ്യാഖ്യാനത്തിന് ഞാൻ ആമേൻ പറയത്തില്ല. ഞാൻ കർത്താവിൻ്റെ ഈ നിന്ന എനിക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ എവിടെയും കർത്താവിൻ്റെ നാമത്തിൽ തല ഉയർത്തി നിൽക്കും. ആമേൻ. ഇതാണ് വിശ്വാസ നിയമത്തിന്റെ പ്രത്യേകത. എനിക്ക് പലരെ അറിയാം. ഞാൻ ഈ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ദൈവവചനം നിങ്ങൾ വായിക്കുന്ന സമയത്ത്, കർത്താവിന്റെ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ബൈബിളാണ് എൻ്റെ വിശ്വാസത്തിന്റെ ആധാരം. ഒരു പ്രസംഗമല്ല എൻ്റെ വിശ്വാസത്തിന്റെ ആധാരം, ബൈബിളാണ്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ബ്രദറെ ബൈബിള് തന്നെയല്ലേ പ്രസംഗിക്കുന്നത്? അല്ല, വ്യാഖ്യാനമുണ്ട്. തെറ്റായ വ്യാഖ്യാനമുണ്ട്, പരിശുദ്ധ ആത്മാവിന്റെ വ്യാഖ്യാനമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വചനത്തിൽ എന്തെഴുതപ്പെട്ടിരിക്കുന്നോ അതെന്നെ അവകാശിയാക്കി കൊണ്ടുവരുന്നതാണ് പരിശുദ്ധാത്മാവ്. ദൈവാത്മാവ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നയാളല്ല. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ പരിശുദ്ധാത്മാവിനെ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവ് കോംപ്രമൈസ് ചെയ്യുന്നയാളൊന്നുമല്ല. പരിശുദ്ധാത്മാവിൽ ആരാണോ നിൽക്കുന്നത്, പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുമുണ്ട്, പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിന്റെ ദിവ്യവചനത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവവചനത്തിലേക്ക് നിങ്ങൾ ആശ്രയം വെക്കുമ്പോൾ എന്തവിടെ സംഭവിക്കുന്നറിയാവോ? ദൈവാത്മാവിന്റെ സഹായം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഇവിടെ നോക്കിയേ, 6 മണി നേരത്ത് ഈ ദേശത്തെല്ലാം ഇരുട്ടായി. ഞാൻ യോഹന്നാനിലേക്ക് ഒന്ന് പോവുകയാണെ. സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ട് തിരുവെഴുത്തിൻ പ്രകാരം നിവർത്തിയാകുവാൻ തക്കവണ്ണം എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞു. അവൻ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിറഞ്ഞൊരു പാത്രം, ഒരു സ്പോഞ്ചിൽ പുളിച്ച വീഞ്ഞ് നിറച്ച ശേഷം ഈസോപ്പ് തണ്ടിന് മേലാക്കി വായോടടുപ്പിച്ചു. പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം യേശു നിവർത്തിയായി എന്ന് പറഞ്ഞു തലചാർച്ചു. നോക്കിയ തൊട്ടുമുള്ളത് വാക്യത്തിൽ അറിഞ്ഞിരിക്കുന്നു, സകലതും തികഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? നിവർത്തിയാക്കി. അപ്പൊ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട്, ഇതാണ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യേശു ക്രിസ്തു വില കൊടുത്തു. ഇനി എൻ്റെ വിശ്വാസത്തിന്റെ അകത്ത് കാൽവരി ക്രൂശിൽ ലഭിച്ചു കൊടുത്തിരിക്കുന്ന വിലയുടെ
അത്ഭുതങ്ങളാണ് ഞാൻ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, കർത്താവ് വീഞ്ഞു കുടിക്കുന്നത് പോലും എല്ലാം കർത്താവ് ശ്രദ്ധിക്കുക, എല്ലാം നിവർത്തിച്ച്. അതിന്റെ അർത്ഥം ഒരു തരി പോലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ള അനുഗ്രഹങ്ങൾ ഒന്നുപോലും മിസ്സാകരുത്, ഒറ്റ കാര്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അറിഞ്ഞിട്ട്. നോക്കി, കർത്താവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, പെട്ടെന്ന് മരിക്കായിരുന്നു അല്ലേ? കർത്താവ് പറയും, ഞാൻ അങ്ങ് മടുത്തു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദന, എനിക്ക് നിന്ന സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ നോക്കി, മഹാപുരോഹിതൻ പറയും, ഇവനാണോ അത്ഭുത മന്ത്രി, എല്ലാവരെയും അത്ഭുതം ചെയ്ത ആളതേ ഇപ്പൊ ക്രൂശെ കിടക്കുക എന്ന് മഹാപുരോഹിതൻ നിന്ദിക്കുമ്പോഴും, കൂടെ മരിക്കാൻ കിടക്കുന്ന കള്ളന്മാര് വരെ പരിഹസിക്കുമ്പോഴും കർത്താവ് സമയം നോക്കുക, ഈ സമയമായിട്ടില്ല. കർത്താവ് ചിന്തിക്കുക, ദൈവമേ, നമ്മൾ പറയത്തില്ലേ പെട്ടെന്നങ്ങ്, ചിലർ പറയത്തില്ലേ പെട്ടെന്നങ്ങ് ഇവിടുന്ന് അങ്ങ് പോയാ മതി, എന്റെ ജീവിതം അങ്ങ് തീർന്നാ മതി എന്നൊക്കെ പറയത്തില്ലേ? സഹിക്കാൻ പറ്റാത്തോണ്ട് ഈ പറയുന്നത്. കർത്താവ് എന്തുകൊണ്ടാണെന്നറിയാവോ? അത് വേണമെങ്കിൽ കർത്താവിന്, പിതാവേ ഞാൻ മടുത്തു പിതാവേ, പെട്ടെന്ന് എന്നെ അങ്ങോട്ട് എടുക്കാവോ, പെട്ടെന്ന് എന്നെ അങ്ങോട്ട് വിളിക്കാവോ എന്ന് യേശു ക്രിസ്തു പറയാത്തതിന്റെ കാരണം എന്നാന്നറിയാവോ? കർത്താവിന് വേണ്ടത് സകലതും തികഞ്ഞു എന്ന് മനസ്സിലാക്കണം. എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം, ധൈര്യപ്പെടുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല വിലയും മുഴുവൻ കൊടുത്തു എന്ന് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഒന്നാലോചിച്ച് നോക്കിയേ, അത്രയും നേരം വേദന സഹിക്കും. 3 ആണിമേൽ. നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ ഒരു 2018 ഒരു തവണ ഒരു ബസ്സിൽ കയറാൻ ഇടയായിരുന്നു. ബസ്സിൽ കയറുന്ന വെച്ചാല് ഭയങ്കര തിക്കുള്ള ഒരു ബസ്സിലായിരുന്നു കയറിയത്. ആ തിക്കുള്ള ബസ്സിൽ ഞാൻ ഇങ്ങനെ കയറിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞാൻ ആ 2 കമ്പിയെ പിടിച്ചുകൊണ്ട്, ഡോറെ മുഴുവൻ ആളാ. അപ്പൊ ഞാനിങ്ങനെ, അപ്പൊ ജസ്റ്റ് ഒരു അടുത്ത സ്റ്റോപ്പിൽ ഒന്ന് ഇറങ്ങിയാൽ മതി, ഞാൻ ഇങ്ങനെ കൈയെ തൂങ്ങിക്കിടന്നപ്പോഴേ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും എന്റെ കൈ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് പോലെ വേദന എനിക്ക് അനുഭവപ്പെടുക. ഞാൻ ഒരു നിമിഷം ആലോചിച്ച് കൈ അങ്ങോട്ട് വിട്ട് കളഞ്ഞാലെന്ന് ചിന്തിക്കുന്ന രീതിയിൽ, എനിക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ എനിക്ക് വേദന വന്നു. എന്റെ 2 കൈയും ആ കമ്പിയെ തൂങ്ങി ഞാൻ പുറത്തോട്ട് നിൽക്കുക. തിരക്ക് കാരണം ബസ് വേറെ ഇല്ലാത്തോണ്ട് ചാടി കയറിയതാ. അപ്പൊ ഞാൻ ചിന്തിച്ചു പോവുക, കൈ ഒന്ന് വിട്ട് നിലത്തോട്ട് വീഴട്ടെ, ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ തലയിടിക്കും, ചിലപ്പോൾ കയ്യോ കാലോ ഒടിഞ്ഞിരിക്കും, ചിലപ്പം മരണം വരെ സംഭവിക്കും, അത്രയും വേദന കയ്യിൽ അനുഭവിക്കുക. അപ്പൊ ഞാൻ ചിന്തിക്കുക, 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്കവിടെ കിടക്കുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കിക്കേ, എത്രത്തോളം കർത്താവിന് വേണമെങ്കിൽ ഒരു നിമിഷം പറയാൻ വേണ്ടി പറ്റത്തില്ലേ, കർത്താവേ എനിക്ക് വേഗത്തിൽ എന്നെ എടുക്കുക അവിടുന്ന്. ഇല്ല, തിരുവെഴുത്ത് നോക്കിയപ്പോ കർത്താവ് പറയുക, സകലതും തികഞ്ഞിരിക്കുന്നു. റിലാക്സ് ആകുമല്ല കർത്താവ് അവിടെ, വേദനയ്ക്കകത്തിരുന്നുകൊണ്ട് സകലതും വചനപ്രകാരമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് തികഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് ആ പുളിച്ച വീഞ്ഞും മേടിച്ചു കുടിച്ചിട്ട് തമ്പുരാൻ പറഞ്ഞു, കംപ്ലീറ്റ് ആയി. എന്റെ കൂടെ പറഞ്ഞാട്ടെ, സകല വിലയും കൊടുത്തെന്ന് പറ. ഇനി വേണം ബൈബിള് വായിക്കാൻ, ഇനി വേണം പുതിയ നിയമത്തിലെ വിശ്വാസ ജീവിതം ആരംഭിക്കാൻ, ഇനി വേണം ശക്തിപ്പെടാൻ. ഈ നിയമത്തിന്റെ അകത്ത് കംപ്ലീറ്റ് വിലയും കൊടുത്ത് പൂർണ്ണമാക്കി വെച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ വിശ്വാസികളാണ് നിങ്ങളും ഞാനും. ഇവിടെ നിന്നോട് ധൈര്യപ്പെടണം. ലോകത്തിൽ ആര് വാക്ക് മാറിയാലും ഇനി കർത്താവിന് വാക്ക് മാറാൻ പറ്റത്തില്ല. മുഴുവൻ വിലയും എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടത്, നിത്യജീവന് വേണ്ടത്, നിത്യരക്ഷയ്ക്ക് വേണ്ടത്, എൻ്റെ സൗഖ്യത്തിന് വേണ്ടത്. അതുകൊണ്ടാണ് ആ ആന്റി എന്ത് ചെയ്തു, മരിമോക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബ്രസ്റ്റിലെ മുഴ മാറിപ്പോകാം, കർത്താവേ മാറ്റണേ 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 എന്നല്ല, ഉറപ്പാണ്. അതുകൊണ്ട് 1 പ്രാർത്ഥിച്ചു കണ്ടില്ല, 2 പ്രാർത്ഥിച്ചു കണ്ടില്ല, 3 പ്രാർത്ഥിച്ചു, പയ്യെ കുറയാൻ തുടങ്ങിയ, എന്നാ കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. അവിടെ പൂർണ്ണ സൗഖ്യം കണ്ടു. ഡോക്ടർ പറഞ്ഞു അവിടെ മുഴയുമില്ല, ഒന്നുമില്ല, ഒരു സർജറിയും വേണ്ട, ഒരു ട്രീറ്റ്മെന്റും വേണ്ട എന്ന് പറഞ്ഞ സാക്ഷ്യം നമ്മൾ കേൾക്കാനിടയായി തീർന്നു. എൻ്റെ പ്രിയരെ, നമ്മൾ നിൽക്കുന്നത് പൂർത്തിയാക്കാത്തൊരു നിയമത്തിലല്ല, നിവൃത്തിയാക്കിയ നിയമത്തിന്റെ അകത്താ. ഇവിടെ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കാൻ വേണ്ടി പോവാ, അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പോവാ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ ഇന്ന് സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ.
പരിശുദ്ധാത്മാവി, പരിശുദ്ധാത്മാവി, യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു കൊച്ചിന്റെ പടമാണ് കർത്താവ് എന്നെ കാണിക്കുന്ന. ഒരു കുടുംബത്തിന്റെ അകത്ത് കയറി വരുന്ന ഹോളിൽ തന്നെ ആദി കുർബാനയ്ക്കെടുത്ത ഒരു ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു ഹോള് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ആ മോളെ ഇന്ന് കർത്താവ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ആ ഫോട്ടോ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൈ എത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഫോട്ടോ ആ ഭവനത്തിൻ്റെ അകത്തിരിക്കുന്നത്. ഇന്ന് ആ മകളെ നോക്കിക്കൊണ്ട് കർത്താവ് ഇന്നൊരു അത്ഭുതത്തിന്റെ സാക്ഷ്യമായ കുടുംബത്തെ കർത്താവ് തീർക്കാൻ വേണ്ടി പോകുന്നത് പറയുന്നു. ആ മോളല്ലാതെ ഒരു മോനും കൂടെ ആ ഭവനത്തിലുണ്ട്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ വലിയ കൃപ. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഒരു തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് സൂമിലോ ലൈവിലോ ആ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. ഇന്ന് ആ കുടുംബം കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു അത്ഭുതം ആ കുടുംബത്തിൽ നടക്കാൻ വേണ്ടി പോവുക. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ആ കുടുംബത്തിന്റെ സകല പ്രതികൂലങ്ങളും നീങ്ങി ദൈവത്താലുള്ളൊരു സാക്ഷ്യം അവിടെ തുറക്കട്ടെ അപ്പ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സിജൻ എന്ന് പറയുന്ന ഒരു സിസ്റ്ററുടെ ഭവനമാണ് ഇപ്പൊ പറഞ്ഞ അടയാളങ്ങളെല്ലാം ഏറ്റെടുത്തു. സിസ്റ്ററെ, കർത്താവ് എന്ന കുടുംബത്തെ സ്പർശിക്കുകയാണ്. പ്രത്യേകിച്ച് ആ മോളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോവാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സിജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാ ബുദ്ധിമുട്ടുകളും ആ ഭവനത്തിന്റെ മേൽ നിന്നും ജയത്തിന്റെ ഭവനമായി തീരട്ടെ. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കാണുന്ന ഭവനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ വലിയ മഹത്വം എന്ന കുടുംബത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. വലിയ സാക്ഷ്യം ആ കുടുംബത്തിന്റെ മേൽ കർത്താവ് അങ്ങ് തുറക്കുന്നല്ലോ. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഞാനൊരു മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതായത് ആ ഒരു ഭവനത്തിന്റെ അകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം മുതലേ കാണുന്നതാണ്. ഈ കഴുത്തേലല്ല കാതയിൽ ഇങ്ങനെ വട്ടത്തിലെ ഭയങ്കര ഒരു വട്ടത്തിൻ്റെ അകത്തൊരു കമ്മല് പോലെ ഇട്ടിരിക്കുന്ന ഒരു മോളെ കർത്താവ് എന്നെ കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു വട്ടത്തിൽ അതായത് ഈ റിങ് ഇട്ടിരിക്കുന്ന ഒരു ദിവസം, അത് പ്രത്യേക ഒരു ദിവസത്തിലാണ് അത് ഇട്ടിരുന്നത്. എപ്പോഴും ഇടുന്നതല്ല. ആ ഇട്ട ദിവസമാണ് കാണിക്കുന്നത്. 2019 എന്നൊരു വർഷമാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു റിങ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ കുടുംബത്തെ നോക്കി 2019 ആ ഒരു രാത്രി മുതൽ ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് പല പ്രശ്നങ്ങൾ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അടയാളമായിട്ട് കർത്താവ് കാണിക്കുകയാണ്. ഈ റിങ് ഇട്ടുകൊണ്ട്, അതായത് കാതയിൽ ഈ വട്ടത്തിൽ റിങ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് എന്നെ കാണിച്ചത്. ആ ഒരു ദിവസം, ആ ഒരു പ്രത്യേക ദിവസമാണ് അത് ഇട്ടിരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ കാലയളവ് മുതൽ ഇവിടം വരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സ്വസ്ഥത കൊടുക്കാതെ കർത്താവ് ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാ മേഖലയിലും അസ്വസ്ഥതപ്പെടുത്തുന്ന ആ പ്രതികൂലം ഇപ്പോൾ തന്നെ ആ ഭവനം വിട്ട് മാറിപ്പോട്ടെ. ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു സാക്ഷ്യമായി തീരട്ടെ. ഇപ്പോൾ കൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താലുള്ള ഒരു സാക്ഷ്യം ആ കുടുംബത്തിൽ തുറക്കട്ടെ. അപ്പ ആ പ്രതിസന്ധി ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ. ഇന്ന് കേട്ട വചനം പോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയാണ് ഞങ്ങൾ, കർത്താവിൻ്റെ സാക്ഷിയാണ് ഞങ്ങൾ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ, ഇപ്പോൾ വിശ്വസിക്കുന്നപ്പ, ദൈവവാടെ അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നപ്പ, ദൈവവാടെ അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 30 സെന്റ് സ്ഥലത്തിന്റെ ഒരാധാരം കർത്താവ് എന്നെ കാണിക്കുക. 2 അവകാശികളുള്ള 30 സെന്റ് സ്ഥലത്തിന്റെ ഒരാധാരം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ ഒരു അസ്വസ്ഥതപ്പെടുത്തുന്ന രീതിയിൽ എപ്പോഴും രോഗങ്ങളും എപ്പോഴും പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. എത്ര കാശ് കൊണ്ടുവച്ചാലും ഒന്നെങ്കിൽ അത് രോഗത്താൽ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ പണം ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു സ്ഥലത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ അത് അവർക്ക് അനുഭവിക്കുവാൻ പാകത്തിൽ അതിൻ്റെ മേലുള്ള സകല പ്രതിസന്ധികളും മാറട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. 2020 ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആധാരം ഒന്ന് എടുക്കുകയും ആധാരം സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ, അത് എടുക്കേണ്ട ചില കാര്യങ്ങൾ സംഭവിച്ചു. അത് ചില വേറെ മറ്റ് ഡോക്യുമെന്റ്സുകളുമായിട്ട്, ചില പേപ്പറുകളുമായിട്ട് അത് എടുക്കുകയും മറ്റ് ഡോക്യുമെന്റ്സുമായിട്ട് ഇതിൻ്റെ എഴുതുന്നതും ചേർക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്നു. പിന്നെ അതെടുത്ത് മടക്കി വെച്ചു. വീണ്ടും അത് തുറക്കുന്ന ഒരു കാഴ്ച പിന്നെയും കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട്, ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് സ്വസ്ഥത തരാതെ, സമാധാനം കൊടുക്കാത്ത പ്രശ്നം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ആ ഭവനത്തിൻ്റെ അകത്തുനിന്നും സമാധാനമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ. സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവിൻ്റെ അത്ഭുതം ആ മണ്ണിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചിന്ന് റിലീസ് ചെയ്യുന്നപ്പ അനുഗ്രഹമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. യേശുവെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയാനുള്ളവരാണെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതി, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. അല്ലാത്തവർ ഇപ്പൊ ഇന്ന് ഏറ്റെടുത്ത് വെച്ച കർത്താവ് എന്ന വിഷയത്തിന് മേൽ കർത്താവിന്റെ പ്രവൃത്തി അയക്കാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അതോടൊപ്പം തന്നെ ഔസേപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്പച്ചൻ, ഞാൻ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ചനെ കാണുന്നില്ല, പേര് മാത്രമേ കാണുന്നുള്ളൂ. ഔസേപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്പച്ചന്റെ ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ഈ കാണിക്കുന്ന സമയത്തെല്ലാം ഈ വീടിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീട്ടിലോട്ട് കയറി വരുന്നത് മുമ്പിലൊരു വാതിലുണ്ടെങ്കിലും ആളുകൾ കൂടുതലും, വീടിന്റെ അകത്തുള്ള ആൾക്കാരും എപ്പോഴും കയറി വരുന്നത് അടുക്കള വശത്തേക്കുള്ളൊരു ഡോർ വഴിയാണ് ആ വീട്ടിലേക്ക് എപ്പോഴും പ്രവേശിക്കുന്നത് കാണിക്കുന്നത്. ഈ ഔസേപ്പ് എന്ന് പറഞ്ഞൊരു അപ്പച്ചന്റെ എന്താ പറയുന്നത്, ഒരു പേര് ഞാൻ ആ ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പച്ചന്റെ കാലം മുതൽ ഈ ഒരു സ്ഥലം, ഈ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി തർക്കങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലമാണത്. ആ സ്ഥലത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നവ കർത്താവെ, വലിയൊരു സമാധാനം ഇപ്പോൾ തന്നെ ആ ഭവനത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. വലിയൊരു സ്വസ്ഥത ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദിവ്യ സമാധാനം ഇന്നവിടെ ഉണ്ടാകട്ടെ, ദിവ്യ സമാധാനം ഇന്നവിടെ ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവ് സകലതും അത്ഭുതമാക്കുന്നല്ലോ, സാകേലതും അത്ഭുതമാക്കുന്നല്ലോ. ഇന്ന് ആ ഭവനം സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ പിതാവിൻ്റെ ഭവനം ഇപ്പോൾ തന്നെ കാണുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്ത ഭവനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ കർത്താവ് യേശുവെ, ഞാൻ അനുഗ്രഹത്തെ മുഴുവൻ ഇന്ന് ഏറ്റെടുക്കുന്നത് വിളിച്ചു പറഞ്ഞാട്ടെ. ദൈവം ഇന്ന് ആ സാക്ഷ്യമാക്കി കർത്താവ് നിങ്ങളെ ആക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങൾ അതിനെ മുദ്ര വെക്കുന്നപ്പ, ദൈവാത്മാവിനാൽ അതിനെ മുദ്ര വെക്കുന്നപ്പ, ദൈവത്തിന്റെ സാക്ഷ്യമാക്കി കർത്താവ് അത് മാറ്റുന്നല്ലോ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. മൈക്ക് മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ? നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഞാൻ ഈ ആലോചന പറഞ്ഞു, ആലോചന തുടക്കത്തിൽ തന്നെ ബ്രദർ പറഞ്ഞിരുന്നു, കിഷോർ പറഞ്ഞു. താങ്ക് യു ജീസസ്, നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പ.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് കേൾക്കാമോ? ജീസസ്. ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു തുടക്കത്തെ പറഞ്ഞു. കിഷോറിന്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. കിഷോർ ഒരു ബ്ലാക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അപകടിച്ചിട്ടുണ്ട്. ദൈവമാണ് ചെയ്തെന്ന് വെറുതെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ സഹപ്രവർത്തകന്റെ പേര് കിഷോർ എന്നാണ്. ഞാൻ അപ്പൊ തന്നെ കിഷോറിനെ വിളിച്ചിരുന്നു. കിഷോർ ഇപ്പോ ലൈനിലുണ്ട്. മീൻസ് കിഷോർ നമ്മുടെ പ്രയറിൽ ഇന്ന് കൂടിയിട്ടുണ്ട്. കിഷോർ ഇന്ന് ഒരു കുറച്ച് മുമ്പ്, അതായത് മീൻസ് പ്രയർ തുടങ്ങുന്നതിന് കുറച്ചു നേരം മുമ്പ് ആള് ബ്ലാക്ക് ബൈക്കിൽ പോകുന്ന സമയത്ത് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പൊ അത് വലിയ അത്ഭുതം തന്നെ കാണിച്ചു തന്നതിനോട് നന്ദി പറയുന്നു. ഈ പറയുന്ന സമയത്ത് ആക്സിഡന്റ് സംഭവിച്ചായിരുന്നോ പുള്ളിക്ക്? ആക്സിഡന്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്, വീഴാതെ തന്നെ എത്തിച്ചെന്ന് പറഞ്ഞു. നമ്മുടെ മീറ്റിംഗിൽ കിഷോർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആമേൻ. അദ്ദേഹത്തോട് ഏറ്റെടുത്തോളം പറ, കർത്താവ് സൂക്ഷിച്ചതാണ്. വലിയൊരു ദുഃഖവാർത്ത കേൾക്കേണ്ടതായിരുന്നു ഈ അനർത്ഥം. 2 തവണ ജീവിതത്തിന്റെ അകത്ത് സംഭവിച്ചതാണ്. അത് നഷ്ടപ്പെട്ടു പോകേണ്ടതാണ്. പക്ഷെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ ദീർഘായുസോടെ ഇരുന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇനിയും എന്താ പറയുക, ദുഃഖമുണ്ടാകാതെ കർത്താവിനോട് ചേർന്ന് നിന്നാൽ വലിയ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ബാക്കി എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്തേ. ആരാധന യേശുവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് എന്നെ മറ്റൊരു വ്യക്തിയെ കാണിക്കുന്നു. സരോജം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഒരു ഭവനത്തിന്മേൽ കാണിക്കുകയാണ്. ഈ സരോജം എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാണേണ്ട കാഴ്ചയൊക്കെ 16 വർഷങ്ങൾക്ക് മുമ്പ് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. അനാവശ്യമായിട്ട് ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ പ്രാർത്ഥനാ സമയത്ത് പ്രത്യേകിച്ച് ദൈവിക ആലോചനകൾ നിങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അത് വരുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കണം. നിങ്ങളോടുള്ള കർത്താവിന് ഇപ്പോൾ ടോമസ് വേർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ജസ്റ്റ് ഇതുപോലെ നേതൃത്വത്തിൽ നിന്ന് വിട്ടുമാറിയ ഒരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് കർത്താവ് പ്രാർത്ഥനയിൽ അത് സംസാരിച്ചതാണ്. വലിയൊരു അനർത്ഥം കർത്താവ് വിടിവിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടേക്ക്, കർത്താവ് നമ്മുടെ ജീവിതത്തെ വ്യക്തമായി കാണുന്ന കർത്താവാണ്, നമ്മുടെ ജീവിതത്തെ അറിയുന്ന കർത്താവാണ്. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ അൺമ്യൂട്ട് ചെയ്തിട്ടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആലോചന ഇടപെടുന്ന ഒരു സൂമിലുള്ളവരാണെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ വേണ്ടിയാണ്. ലൈവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതേപോലെ തന്നെ ഈ കണ്ട ആളുകൾ തന്നെ അതിലും കാണുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് നേരിട്ട് ഇടപെടാൻ വേണ്ടിയാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടേക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് സംസാരിക്കരുതേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ആ ദൈവദാസനെ ഏറ്റവും നന്നായിട്ട് കംഫർട്ടിലോട്ട് ഇരുത്താൻ വേണ്ടി നോക്കുക. അദ്ദേഹത്തെ എത്രത്തോളം നിങ്ങൾ സന്തോഷത്തോടെ ഇരുത്താൻ നോക്കുക, അത്രത്തോളം നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പ്രാർത്ഥന അവസാനിപ്പിക്കാൻ നോക്കും ബുദ്ധിയിൽ. എങ്ങനെ അങ്ങനെ വരാതെ നിങ്ങൾ വീണ്ടും വീണ്ടും മണിക്കൂറുകൾ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആലോചന കേൾക്കാം. ഞാനൊരു ചാലകം പോലെ നിൽക്കുന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കാര്യങ്ങൾ വലിയൊരു ഒഴുക്കിൽ തന്നെ പോട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവേ, ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവോട് പറയുന്നു, ഒരു സഹോദരൻ, അതായത് കുറച്ച് പ്രായമുള്ളതാണ്, പിതാക്കന്മാരുടെ കാലമാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ ആ പിതാവിൻ്റെ ഒരു സഹോദരനും കൂടെ ഉണ്ട്. വേലായുധൻ എന്ന് പറയുന്ന ഒരു പേര് ഇവർ 2 പേരുടെ ഇടയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പിതാവിൻ്റെ ഒരു സഹോദരനുമുണ്ട്. ഇവരുടെ ഇടയിൽ ഞാൻ വേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും കർത്താവ് എന്നെ കാണിക്കുന്നു. ഇവർക്ക് 2 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നീണ്ട കുറേ കാലം പുറകോട്ട് കാണിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നത്. ഒരു മണ്ണുമായി, ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൊടുക്കൽ വാങ്ങലുമായി സംബന്ധിച്ച് കയറിക്കൂടിയ പിശാചിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് ആ ഭവനം വിട്ട്, പ്രത്യേകിച്ച് വേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറിക്കൂടിയത് ആ കുടുംബത്തിൽ നിന്ന് കർത്താവ് എന്നെ മാറ്റിവിടുന്നു. അതിനൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അകത്ത് ആ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പിതാവിൻ്റെതും ആ പിതാവിൻ്റെ സഹോദരൻ്റെ ഫോട്ടോ ഒരേ സ്ഥലത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ വ്യക്തി
വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറിക്കൂടിയ സകല പ്രവൃത്തികളും ഇന്ന് ആ കുടുംബം വിട്ട് അഴിയുന്നു. ആ കുടുംബത്തിന്റെ മേൽ പ്രത്യേകിച്ച് തലമുറകൾ തമ്മിൽ ചേരാതെ എപ്പോഴും പ്രശ്നങ്ങളുമായിട്ട് കലഹങ്ങളുമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന് പല ആവർത്തി വിളിച്ചു പറയുന്ന ഒരു കുടുംബമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ വീടിന്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ, ആ വീടിന്റെ മേൽ സ്വസ്ഥത ഉണ്ടാകട്ടെ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബം, എന്നെ കേൾക്കുന്ന കുടുംബമെങ്കിൽ എവിടെ ഇരുന്നു കൊണ്ടോ നിങ്ങൾ ആ കുടുംബത്തിന്റെ അകത്തിരുന്നു കൊണ്ട്, സൂമിലാണെങ്കിൽ പ്രതികരിക്കാം, ഇനി ലൈവിലാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറ, യേശുവേ, എൻ്റെ ഭവനത്തിൽ യേശുവിനാണ് അവകാശമുള്ളത്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആലോചനയുടെ അനുഗ്രഹത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാട്ടെ. ഇന്ന് കുടുംബത്തിൻ്റെ മേൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു, തലമുറകളുടെ ഭാവിയെ തുറക്കാൻ വേണ്ടി പോകുന്നു, അനർത്ഥങ്ങൾ വിട്ടുമാറുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായി വരുന്നപ്പാ. ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അത്ഭുതമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, ആ കുടുംബത്തിന്റെ മേൽ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, അനർത്ഥങ്ങൾ വിട്ടുപോകട്ടെ. ഇനിയൊരു ദുഃഖവാർത്ത ഭവനത്തിൽ കേൾക്കാതെ വണ്ണം സ്വർഗമേ അങ്ങ് സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. അങ്ങ് അത്ഭുതമാക്കുന്ന ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. ആ കുടുംബം അത് ഏറ്റെടുക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ ഉണ്ടായി വരട്ടെ. അനുഗ്രഹിച്ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. നന്മയായി തീരട്ടെ, നന്മയായി മാറട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പാ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. നമ്മുടെ ഈ കവുങ്ങ് മരം അത് വെട്ടിയിട്ട് വീടിന്റെ സൈഡിൽ തന്നെ ആ മരത്തിന്റെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, നിങ്ങൾ ഈ മൈക്ക് സൗണ്ട് മാറ്റിയിട്ടവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഈ കവുങ്ങിന്റെ മരം ഈ കവുങ്ങിന്റെ ഇത് മ്യൂട്ട് മാറ്റുമെല്ലാം പറയാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലാത്തവരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഈ കവുങ്ങിന്റെ മരം വെട്ടിയിട്ട് ആ മരം അതിന്റെ സൈഡ് വീടിന്റെ സൈഡിൽ കൊണ്ടുപോകുന്ന ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെട്ടിയിട്ട് അവിടെ നീക്കം ചെയ്തിട്ടില്ല. അതിന്റെ ഭാഗങ്ങൾ ഒരു വീടിന്റെ സൈഡിലായിട്ട് കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തോട് നോക്കി കർത്താവിനോട് പറയുകയാണ്, 6 വർഷമായിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് ഞാൻ കാണുന്ന സ്ഥലവും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇന്ന് ആ വിഷയത്തിന്റെ മേലൊരു സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ആ കുടുംബത്തിന്റെ മേൽ കർത്താവെ അങ്ങയുടെ നന്മ അങ്ങ് തുറക്കുന്നല്ലോ. കുടുംബത്തിന്റെ മേൽ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ സ്വർഗത്തിലെ കർത്താവ് തുറക്കുന്നല്ലോ അപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുത്തി പറഞ്ഞു. സിസ്റ്ററെ, സിസ്റ്ററുടെ വീട്ടിലാണ് ഈ പറഞ്ഞത്. എന്റെ വീട്ടിലാണ് കർത്താവ് നേരിട്ട് സിസ്റ്റർ 6 വർഷമായിട്ട് സിസ്റ്ററുടെ വീട്ടിലാണ് ഇപ്പൊ പറഞ്ഞ അടയാളം. ബാങ്കിന്റെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ആയിട്ടുണ്ട്. അത് കേട്ട് നിൽക്കാം ഞങ്ങള്. ഈ കാര്യം വല്ലോ സിസ്റ്റർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഈ സ്ഥലത്തിന്റെ കാര്യം, കവുങ്ങിന്റെ കാര്യം വല്ലതും പറഞ്ഞു ഞങ്ങൾ കാണാൻ വല്ല വഴിയുണ്ടോ? ഒന്നുമില്ല ബ്രദറെ, ഒന്നുമില്ല. എന്നാ ഏറ്റെടുത്തു. ഞാൻ വെട്ടിയിട്ടുള്ള കവുങ്ങ് ആരും പറഞ്ഞിട്ടില്ല, മിനിഞ്ഞാന്ന് ആരോടും വീട്ടിലേക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്കാ. ഓ യേശുവേ, ഇന്ന് കർത്താവ് എല്ലാം കാണുന്നുണ്ടോ? ഇന്ന് വിടുതല സിസ്റ്ററെ. 6 വർഷമായിട്ട് കയറി കൂടിയത് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കടഭാരത്തെയും ഞെരുക്കത്തെയും സാമ്പത്തിക കുരുക്കിനെയും ഇപ്പോൾ തന്നെ ആത്മാവിൽ ഞങ്ങളത് വെട്ടിവിടുന്നപ്പ. കർത്താവിന്റെ സമാധാന കുടുംബത്തിൽ വാഴട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അഗ്നി എന്ന ഭവനത്തിന്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. ഇന്ന് കേട്ട വചനം, നമുക്കൊരു നിയമമുണ്ട് കേട്ടോ, നമുക്ക് വേണ്ടി നടത്തി തരുന്ന ഒരു കർത്താവുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഒത്തിരി ആൾക്കാർ മിറക്കിൾ മണിയുടെ സാക്ഷ്യം പറയണേ തീർന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് വാരി വിതറി കൊടുക്കും. അസാധാരണമായ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു വരട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ കർത്താവിനോട് പറയുന്ന ഒരു സോപ്പ് കമ്പനി കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കുടുംബത്തെ കർത്താവിന് സോപ്പിന്റെ നിർമ്മിക്കുന്ന സോപ്പ് കമ്പനി,
അങ്ങനെ ഒരു കമ്പനി അത് ഭയങ്കര നഷ്ടത്തിലേക്ക് പോയി, അത് വലിയ കടഭാരത്തിലേക്ക് കയറാൻ വേണ്ടി വലിയ സാമ്പത്തിക തകർച്ചകളുണ്ടായി. ഒരു സോപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുക. ആ സോപ്പ് കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ജോസ് എന്ന് പറയുന്ന ഒരു വിരോധമായി നിൽക്കുന്ന കരത്തെ കർത്താവ് അതിൽ നിന്ന് നീക്കം ചെയ്ത് ദൈവം ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ആ ഒരു സോപ്പ് കമ്പനിയാണ് കർത്താവ് എന്നെ എടുത്ത് കാണിച്ചത്. അതിൻ്റെ ഒരു ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. വലിയ സന്തോഷത്തോടെ ആരംഭിച്ചതാണ്, പക്ഷെ പല പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അതിന് പ്രതികൂലമായി അതിനിടയിൽ കയറി വന്ന സകല വിഷയവും പിന്നെ ഭാവിയിലേക്ക് അത് ദോഷമായി വന്നതുമൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബം വിട്ട ആ വിഷയം ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോട്ടെ. കർത്താവിൻ്റെ സമാധാന കുടുംബത്തിലുണ്ടാകട്ടെ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനം ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് വിളിച്ചു പറ, എൻ്റെ സകല കുരുക്കുകളും യേശു ക്രൂശിൽ അവസാനിപ്പിച്ചതുകൊണ്ട് കർത്താവിൽ ഞാനൊരു അനുഗ്രഹമാണ്, കർത്താവിൽ ഞാനൊരു അത്ഭുതമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങ് ഞങ്ങളെ സാക്ഷ്യമാക്കുന്നല്ലോ, അങ്ങ് ഞങ്ങളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ അപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ആ കുടുംബം രക്ഷപ്പെടട്ടെ. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്താലുള്ള സമാധാനം അവിടെ ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ സാക്ഷ്യമായി തീരട്ടെ. അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ അവിടെ ഉണ്ടായി വരുന്നതിന് നന്ദി പറയുന്നപ്പ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ, ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഈ 2 കമ്മലും ഊരിയിട്ട് ഒരു കൂട്ടുകാരിക്ക് അത് കൊടുത്തിട്ട് ആ ഒരു സ്വർണം പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഒത്തിരി ചോദ്യങ്ങളുണ്ടായി, പക്ഷേ ഒത്തിരി അത് തിരിച്ചു കിട്ടാൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഒത്തിരി നിന്ദ അനുഭവിച്ചു, ഒത്തിരി പ്രയാസം അനുഭവിച്ചു. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഭാരമായിട്ടാണ് പലപ്പോഴും ഇരിക്കുന്നത്. എന്നാൽ കർത്താവിനോട് പറയുന്നു, അത് മാത്രമല്ല, കർത്താവ് ആ വിഷയത്തിന് മേൽ അനേകരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പലപ്പോഴും ഇങ്ങനെ കുറെ കുരുക്കുകളിൽ പെടുന്ന ഒരാളുമാണ്. ഇന്നു മുതൽ കർത്താവെ, ദൈവഹിതമല്ലാത്തതെല്ലാം എൻ്റെ പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. ഞാൻ ഇതേ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ ഒരുപാട് പേർക്ക് ഉള്ളപ്പം സ്വർണം വരെ ഒരുക്കി കൊടുത്തിട്ട് ഇന്ന് ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സിസ്റ്റർ, ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോണം, കർത്താവെ, ഇന്ന് മുതൽ കർത്താവെ, ഞാൻ അങ്ങയുടെ ഹിതമല്ലാത്ത ഒരു വ്യക്തി പോലും എൻ്റെ ജീവിതത്തിൽ വേണ്ട, അങ്ങയുടെ ഹിതമല്ലാത്തൊരു ബന്ധം എനിക്ക് വേണ്ട. ഇന്ന് മുതൽ പ്രാർത്ഥിച്ച നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരാൻ വേണ്ടി പോവാണ്. ദൈവഹിതമല്ലാത്തതെല്ലാം നീങ്ങാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ വിജയ് എന്ന് പറയുന്ന ഒരു പേര്, ഒരു മകനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. വിജയ് എന്നുള്ളൊരു പേര്, ആ ഒരു മകനെ കർത്താവ് തൊടുന്നതും അവൻ്റെ ഭാവിക്ക് പാതി വഴിയിൽ അത് മുറിച്ചു കളയുവാൻ നോക്കി നിൽക്കുന്ന അവൻ്റെ ജീവിതത്തെ കർത്താവിനെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ആ മകനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, കർത്താവോട് പറയുന്നു, അവൻ്റെ ജീവിതത്തെ കർത്താവ് ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ദൈവം അവൻ്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഇപ്പോൾ തന്നെ എടുത്തോട്ടെ. ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പലപ്പോഴും ആ കുടുംബത്തിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് ഈ മകനെ ചൊല്ലി ഒത്തിരി വാക്കുകളും തർക്കങ്ങളും ഉണ്ടാകുന്ന ഒരു കുടുംബമാണ്. അവൻ്റെ ആയുസിനെ പോലും പിടിക്കാൻ നോക്കുന്ന സകല പിശാചിന്റെ മുഖങ്ങളും ഇപ്പോൾ തന്നെ ആത്മാവിൽ ഞങ്ങൾ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പാ. അങ്ങയുടെ സമാധാന കുടുംബത്തിൽ ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബം രക്ഷപ്പെടട്ടെ, പ്രതിസന്ധികൾ നീങ്ങട്ടെ. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, കുടുംബം ഏറ്റെടുത്തു. യേശുവിൻ്റെ അത്ഭുതം എന്ന കുടുംബത്തെ കാണാൻ വേണ്ടി പോവാണ്. മകനുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. പറയാൻ വേണ്ടി എന്റെ അനിയത്തിയുടെ മകനാണ്. അവനൊരു ജ്യൂസ് കടയിലാണ് നിക്കണത്. അവന് വേറെ ജോലിക്കൊന്നും അവൻ പറഞ്ഞിട്ട് കൂട്ടാക്കണില്ല. അവന്റെ പേരാണ് വിജയ്. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ ആയുസ്സിനെ കെടുത്തി കളയാൻ നോക്കുന്ന സകല ദുഷ്ട പിശാചുക്കളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി അവന്റെ വീട്ടോട് പറഞ്ഞു അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവനോട് മൽപ്പിടുത്തം പിടിക്കാതെ അവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. ദൈവം അവനെ അനുഗ്രഹമാക്കി മാറ്റുമെന്ന് പറയുന്നു. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എൻ്റെ യേശു നിവൃത്തിയാക്കി എന്ന് പറ.
എൻ്റെ കർത്താവ് എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ആ ഓരോ അടിയും ഏറ്റത്. എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ വേദനകൾ, തുടക്കത്തിൽ നമ്മൾ ആൻറ്റി സാക്ഷ്യം പറഞ്ഞതുപോലെ ആ ബ്രസ്റ്റിലെ മുഴ ഒരു ഓപ്പറേഷനും കൂടാതെ ഒരു മരുന്നും കൂടാതെ ആ മുഴ അപ്രതീക്ഷമായി പോയെങ്കിൽ യേശു കൊടുത്ത വിലയുടെ ശക്തിയാണ് കേട്ടോ. കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തത് എൻ്റെ സൗഖ്യത്തിന് വേണ്ടി. വാശി പിടിച്ച് ഞാൻ സൗഖ്യമാകാൻ വേണ്ടിയാ, എൻ്റെ അത്ഭുതം നടക്കാൻ വേണ്ടിയാ, എൻ്റെ രോഗം മാറാൻ വേണ്ടിയാ, എൻ്റെ വേദന മാറാൻ വേണ്ടിയാ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വേദന അനുഭവിച്ചത്. പറ, എൻ്റെ വേദന യേശുവിൻ്റെ വേദനയാ. എൻ്റെ വേദന യേശു അനുഭവിച്ചതാ. എൻ്റെ രോഗം യേശു അനുഭവിച്ചതാ. എൻ്റെ ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ പറ, ക്യാൻസർ രോഗികൾ, ട്യൂമറോ മറ്റുള്ളവര്, വേദനയുള്ളവര്, ഏതെങ്കിലും ശരീരത്തിൽ മുഴകളുള്ളവർ, അസ്ഥി വേദനയുള്ളവർ, നിങ്ങളുടെ ഏത് രോഗമായിക്കോട്ടെ, ഷുഗറോ പ്രഷറോ ഏതും ആയിക്കോട്ടെ, പറ, എൻ്റെ യേശു എൻ്റെ രോഗത്തെ വഹിച്ചത്. ഒരു മടിയും കൂടാതെ സാക്ഷാൽ ആ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു എന്ന് പറയുമ്പോൾ പറ, എൻ്റെ ഷുഗർ യേശു വഹിച്ചത്, എൻ്റെ ക്യാൻസർ യേശു വഹിച്ചതാ, എൻ്റെ ട്യൂമർ യേശു വഹിച്ചതാ, എൻ്റെ രോഗങ്ങൾ യേശു വഹിച്ചത്, എൻ്റെ വേദന യേശു വഹിച്ചതാ. അങ്ങനെ തന്നെ പറഞ്ഞ് രോഗമുള്ളവർ രോഗത്തെ പറ്റി പറഞ്ഞാൽ മതി, അല്ലാത്തവർ പറയണ്ട. യേശുവിൻ്റെ നാമത്തിൽ യേശുവിന് ഇപ്പൊ തന്നെ വേദന ആ ശരീരം വിട്ട് മാറിപ്പോകുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്നു, ഒരു ഗായത്രി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ കർത്താവ് എന്നെ കാണിക്കുക. ഇൻ കേരള ഗവൺമെന്റിന്റെ സീല് പതിച്ചിരിക്കുന്ന, സീൽ എന്ന് പറഞ്ഞാൽ ആ എംബ്ലം വെച്ചിട്ടുള്ള ഒരു ലെറ്ററിന്റെ അകത്ത് ഗായത്രി എന്ന് പറയുന്ന ഒരു പേരുകാർക്ക് വേണ്ടി ഒരു ലെറ്റർ കർത്താവിന്റെ നാമത്തിൽ ഒരു സാക്ഷ്യമായിട്ട് ദൈവം അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഒരു ഗവൺമെന്റ് പേപ്പർ യേശുവിന്റെ നാമത്തിൽ ഗായത്രിക്ക് വേണ്ടി കർത്താവ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ മോളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചാട്ടെ. അത്ഭുതകരമായി തന്നെ ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുത വിടുതൽ അവിടെ സംഭവിക്കട്ടെ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഈ സമയത്ത് രോഗികൾ, കടഭാരത്തിലിരിക്കുന്നവരൊക്കെ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ബിസിനസ്സിനെ നോക്കിക്കൊണ്ടൊന്ന് പ്രവചിച്ച് വർദ്ധിക്കാൻ വേണ്ടി ഞാൻ പെട്ടി മടക്കി പോകത്തില്ല. എൻ്റെ ജോലിയിൽ ഞാൻ വർധനവ് കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ ബിസിനസ്സിൽ ഞാൻ വർധനവ് കാണാൻ വേണ്ടി പോവാണ്. സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ വേണ്ടി ഞാൻ വിശാലത കാണാൻ വേണ്ടി പോവാണ്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. ഞാൻ താഴോട്ട് പോകത്തില്ല. എൻ്റെ കർത്താവിന് ഞാൻ സാക്ഷിയാകും. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കും. പറ, വേദന എൻ്റെ ശരീരത്തിൽ ഒരു തരി പോലും ഇല്ലാതെ വണ്ണം ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ്. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കും. ഒരുമിച്ച് കൽപ്പിക്കുന്നപ്പ ആ ബിസിനസ് തകർച്ചകൾ മാറട്ടെ, സാമ്പത്തിക കുരുക്കുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നപ്പോ ഒരു വീട് പണിയോട് ബന്ധപ്പെട്ട് സകല നന്മകളും ബ്ലോക്കായിട്ട്, കടത്തിന്റെ മേൽ കടമായിട്ട്, സുഖമായിട്ട് കടന്നുറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുന്ന ഒരു കുടുംബത്തെ കർത്താവിന് ഒന്നിലധികം കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് വിറ്റേക്കാമെന്ന് പോലും പറയുന്ന ഒരു കുടുംബത്തെ കർത്താവ് തൊടുക. ഇല്ല, വിൽക്കണ്ട, അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. ആ ഭവനത്തിൽ യേശുവിന്റെ പ്രാർത്ഥന ഉയരട്ടെ, കർത്താവിന്റെ വചനം ഉയരട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. നന്ദി കർത്താവേ. ഞാൻ പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അധികാരത്തോടെ കൽപ്പിക്കുന്ന കർത്താവേ, അത്ഭുത സൗഖ്യത്തിന് നന്ദി. അത്ഭുത സൗഖ്യം ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒന്ന് ചെക്ക് ചെയ്ത വേദന അവിടെ ഇല്ല. ആ ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുകയാണ്. ചെക്ക് ചെയ്ത് എന്താണ് ബുദ്ധിമുട്ട്, അത് ഇപ്പോൾ അവിടെ ഇല്ല, സൗഖ്യമായിരിക്കുന്നു. കർത്താവ് തൊട്ടിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ സ്പർശിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവിന്റെ വേലയിൽ തുടർമാനമായി ഇന്ന് വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്കായി വിതച്ചവരെയൊക്കെയും ബ്ലസ് ചെയ്യുന്നു. കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇനിയും കർത്താവ് സാക്ഷ്യങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഓരോ ദിവസവും ദൈവം നമ്മളെ അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിക്കാം. പിന്നെയും ദൈവസന്നിധിയിൽ നമുക്ക് അത്ഭുതമായി തീരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇനി മിസ്സായി പോയെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രെയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് അയക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകളും ഇതിലേക്ക് അയക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം, പ്രാർത്ഥനാ വിഷയമല്ല,
പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത്ഭുതം നടന്നു കഴിഞ്ഞു. ഇനി എത്ര അത്യാവശ്യ വിഷയമാണെങ്കിലും യേശു ക്രിസ്തു ആ വിഷയത്തിന്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. നമ്മുടെ വരാൻ പോകുന്ന ലോകം മുഴുവൻ നടക്കാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്കായി നന്ദി പറയണം. നിങ്ങളുടെ പട്ടണത്തിൽ കർത്താവ് ഞങ്ങൾക്ക് വലിയ കൂട്ടമായി ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ഒരു അവസരത്തെ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ദൈവം ഒരുക്കും. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം, ഒരേ ആലോചന, ഒരേപോലെ ഇടപെട്ടവരുണ്ടെങ്കിൽ ഒരാൾ പറയുമ്പോൾ പിന്നെയും എടുത്ത് പറയണ്ട. നിങ്ങൾ ആമേൻ പറഞ്ഞത് വിശ്വസിച്ചിരുന്നാൽ മതി. കർത്താവ് സഹായിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. എനിക്കൊരു സാക്ഷി പറയാനുള്ളത്, ഇപ്പൊ തന്നെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ നെറ്റ് അങ്ങ് തീർന്നുപോയി. ആ സാക്ഷി കേൾപ്പിച്ചപ്പോ ആ മുഴ മാറിയ സാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്റെ നെറ്റ് അങ്ങ് തീർന്നുപോയി. പെട്ടെന്ന് എന്റെ മനസ്സങ്ങ് വിഷമിച്ചു. ദൈവമിനി ഞാൻ എന്ത് ചെയ്യും, കേൾക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഉടനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നെറ്റ് തന്നേ നോക്കൂ, എനിക്ക് പ്രാർത്ഥന കേട്ടേ പറ്റൂ, എനിക്ക് വചനം കേട്ടേ പറ്റൂ എന്ന് ദൈവത്തോട് കൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ഇതുവരെ എനിക്ക് നെറ്റ് ഉണ്ട്. അതെനിക്കൊരു വലിയ അത്ഭുതം പോലെ തോന്നുന്നു. യേശുവിന്റെ അത്ഭുതത്തിനായി സ്തോത്രം. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇഷ്ടം പറഞ്ഞ അനേക ആൾക്കാർ നെറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പം ഇത് വലിയൊരു സാക്ഷ്യമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ആഗ്രഹമെങ്കിൽ കർത്താവ് ഏത് വഴി തുറന്നുള്ള സാക്ഷ്യമാണ്. നമ്മുടെ മൊബൈലും കേൾക്കും, നമ്മുടെ നെറ്റ്വർക്കും കേൾക്കും. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്, ചെറിയ കാര്യമൊന്നുമല്ല. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു തന്നെയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്റെ മോളിന് സംരംഭയുടെ കാര്യമാണ് ബ്രദർ പറഞ്ഞത്. അത് പണി പൂർത്തിയാകാതെ കിടക്കുമായിരുന്നു. ഏകദേശം ഒരു 2 കോടി രൂപയുടെ ചെത്തിയിൽ കിടന്ന ആ ഭവനം, അത് ആ സ്ഥലം വിറ്റ് കളയാൻ വരെ തീരുമാനിച്ചിട്ട് വിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുമായിരുന്നു. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. ആ ഭവനത്തിൽ പ്രാർത്ഥന വരട്ടെ സിസ്റ്ററെ. പണി തീർത്തില്ലെങ്കിലും അവിടെ യേശുവിനെ ഉയർത്തുക. അത് വഴി ദൈവം തുറക്കും കേട്ടോ. God bless you. ബ്രദർ ഇപ്പൊ പറഞ്ഞതാണ് ഔസേപ്പച്ചന്റെ വീട് എന്ന് പറഞ്ഞിട്ട്, അത് ഫ്രണ്ടിലെ ഡോർ ഉണ്ടെങ്കിൽ ബാക്കിലേക്ക് കയറുന്നത്. അത് ഞങ്ങളുടെ വീടാണ്. അത് സഹോദരന്റെ ആണോ ആ വീട് ഇപ്പൊ പറഞ്ഞത്? ദൈവാത്മാവിടെ വിട്ട ഔസേപ്പ് എന്നുള്ള? അതെ അതെ, അത് ഏറ്റെടുത്തോട്ടെ. കർത്താവിന് ആ ഭവനത്തിന്റെ മേൽ പിതാക്കന്മാരുടെ കാലം മുതൽ കയറിക്കൂടി ചില വിഷയങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ്. ഇന്ന് മുതൽ ആ കുടുംബത്തിലെ വ്യത്യാസങ്ങളെ കാണാൻ വേണ്ടി പറ്റും. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ കേട്ടോ. കർത്താവ് സാക്ഷിയാകും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ഇന്നലെ ബ്രദർ പറഞ്ഞ ലൈറ്റ് മഞ്ഞനായി ഷാളിട്ട് തയ്ക്കുന്ന ജോലികളൊക്കെ തയ്യലിനൊക്കെ അഭിവൃദ്ധി വരുമെന്ന് പറഞ്ഞ് ആരും ഏറ്റെടുത്ത്, ഞാൻ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറെ. സിസ്റ്റർ ആയിരുന്നു ആ വസ്ത്രം ഇട്ടുകൊണ്ടിരുന്നത് ആ സമയത്ത്? അതെ, എന്റെ ഒരു ലൈറ്റ് കളർ ഒരു ഷാളായിരുന്നു. കടുമഞ്ഞല്ല, ലൈറ്റ് ക്രീമും മഞ്ഞയും കൂടെ ചേർന്ന ഒരു ലൈറ്റ് കളർ ഷാളായിരുന്നു ഞാൻ ഇട്ടായിരുന്നത്. ആ വസ്ത്രം, അതായത് ഞങ്ങൾ ആ വസ്ത്രം കാണാൻ ഒരു വഴിയില്ല സിസ്റ്റർ. ഇരിക്കുന്ന ഇരിപ്പും ഡ്രസ്സും ഒന്നും ഒരു സാധ്യതയില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവ് നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പും നിൽക്കുന്ന നിപ്പും എല്ലാം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയവും കർത്താവ് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭാരപ്പെടേണ്ട. കർത്താവ് അതിന്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകും കേട്ടോ. താങ്ക് യു ബ്രദറെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ബ്രദറെ, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ഈ യൂട്യൂബിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്കിതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുവാണ്. ഞാൻ വെറുതെ സൂമിലൊന്ന് നെക്കി നോക്കിയതാ. ഒത്തിരി നന്ദി പറയാം ദൈവത്തിന്. തീർച്ചയായിട്ടും സിസ്റ്റർ, തുടർമാനമായിട്ട് കയറുവാൻ ഉള്ളത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ കയറുക. കർത്താവ് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു. ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറയാനാണ്. ഞാൻ നേരത്തെ ബ്രദറിനെ വിളിച്ചിരുന്നു. ഹരിയാനയിൽ നിന്ന് ഫരീദാബാദ് എന്ന സ്ഥലത്തു നിന്നാണ്. എന്റെ ഭർത്താവിന് ഇങ്ങനെ നടുവിന് അകൽച്ചയും വളർച്ചയൊക്കെ ഉണ്ടായിരുന്നു ആ നട്ടലിന്. അപ്പൊ അത് ബ്രദറിനോട് ഞാൻ പറഞ്ഞു അന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഭയങ്കര വേദനയായിരുന്നു, കുനിയാനൊന്നും പറ്റത്തില്ലായിരുന്നു, ജോലി ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ വേദനയെല്ലാം മാറി. ഒത്തിരി വർഷങ്ങളുള്ള വേദനയായിരുന്നു. എത്ര വർഷമായിട്ടുള്ള വേദന സിസ്റ്റർ അത്? എത്ര വർഷം ഒന്നും പറയാൻ പറ്റില്ല. നേരത്തെ ഉള്ളതാ. ജോലി ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു, കുനിയാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നോ?
കുനിയാനൊക്കെ ബുദ്ധിമുട്ട്. അന്നേരം ഞങ്ങൾ പോയി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് ഇങ്ങനെ നട്ടലിന്റെ അകൽച്ചയുണ്ട്, പിന്നെ ഇച്ചിരി വളരുന്നുണ്ടായിരുന്നു സൈഡിലോട്ട്. ഇപ്പൊ നോക്കിയപ്പോ വേദന ഇല്ല. വേദനയില്ല. ഓ സ്വോത്രം കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. കർത്താവിന്റെ സാക്ഷ്യമാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, അനേകരോട് പറഞ്ഞോണം എന്നെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ നടക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകരോട് സാക്ഷ്യം ഒരു പറയും. കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. എന്റെ മക്കൾക്ക് കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അതൊന്ന് പ്രാർത്ഥിക്കണേ. അത്ഭുതം നടക്കുന്ന സിസ്റ്ററെ, ധൈര്യമായിട്ടിരിക്കും കേട്ടോ. അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. ഹലോ ബ്രദർ, വീട് പണി കടഭാരം, ഉറങ്ങാൻ പറ്റാത്ത വീട് വിൽക്കാനും പറഞ്ഞ് വീട് വിറ്റാൽ കൂടി തീരില്ല ലോണിന്റെ കടഭാരം. അപ്പൊ ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ ഒരാൾ പറയുമ്പോൾ ഏറ്റെടുത്താൽ മതി. കർത്താവ് അതിന്റെ മേൽ പ്രവർത്തിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഹലോ ബ്രദറെ, പറഞ്ഞോട്ടെ. ബ്രദറെ, ഞാൻ കോട്ടയം മീറ്റിംഗിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ബ്രദറെ എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞിരുന്നു. അതായത് രാജ്യം കടന്നു പോകും, ആ രാജ്യത്ത് നിൽക്കില്ല, ആ രാജ്യവും കടന്നു പോകുമെന്ന് അന്ന് ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇപ്പൊ എല്ലാം എനിക്ക് പോകാനുള്ള വിസ റെഡിയായി. നാളെ ഞാന് ദുബായിക്ക് കടന്നു പോവുകയാണ്. അപ്പൊ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അന്ന് കേട്ട ആലോചന അതേപോലെ തന്നെ അതായത് കോട്ടയം മീറ്റിംഗ് വെച്ച് നാളെ സിസ്റ്ററെ കോട്ടയം മീറ്റിംഗ് വെച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നോ? അതായത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റർ ഇതുപോലെ പുറത്തു പോകാൻ നിൽക്കുവാന്നല്ലോ. ഓ, ഇത് വലിയൊരു അത്ഭുതമാട്ടോ സിസ്റ്ററോട്. അത് വലിയ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് വലിയൊരു അത്ഭുതം ആലോചനയാണ്. ക്ലിയർ അല്ലേ സിസ്റ്റർ? ഇതായി പോണു. കോട്ടയം മീറ്റിംഗിൽ സിസ്റ്റർ വന്നാ പറഞ്ഞത്. ആ സമയത്ത് സിസ്റ്റർ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു കടലിൽ കടന്നൊരു യാത്ര കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. നാളെ സിസ്റ്റർ ആ പ്രവചനത്തിന്റെ നിവൃത്തി കാണാൻ വേണ്ടി പോവാണ്. നാളെ അല്ലേ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നല്ലേ? നാളെ സിസ്റ്റർ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. കർത്താവ് പിന്നെയും പറയുന്നു അവിടുന്ന് പിന്നെയും രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കുമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ ഇത് തുടക്കം മാത്രമാണ്. കർത്താവിന്റെ നാമത്തിൽ. എങ്ങോട്ടാ സിസ്റ്റർ പോകുന്നത്? പോയ സിസ്റ്റർ? ഹലോ ബ്രദറെ. ആള് കട്ടായെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങള് മിഡിൽ ഈസ്റ്റിലുള്ളവരോട് ഞാൻ പറയുന്നു, മിഡിൽ ഈസ്റ്റിലുള്ളവര് സൂമിലും ലൈവിലും യൂട്യൂബിലും കേൾക്കുന്നവര് മിഡിൽ ഈസ്റ്റിലുള്ളവര് റെഡി ആകുക. സമയവും ഡേറ്റും ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സ്ഥലം. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ മാത്രമേ വരാവുള്ളേ. നിങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ഒരു നിമിഷം ഹൃദയത്തിൽ ആഗ്രഹമുള്ളവര്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ളവർ ഇന്നു മുതൽ പ്രാർത്ഥിക്കുക. എപ്പോഴും നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും അതിന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് മീറ്റിങ്ങിന് വേണ്ടി തന്നെ പല ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടെങ്കിലും അത് ഒന്നിച്ചൊരു ഗ്രൂപ്പ് ആക്കും. അപ്പം നിങ്ങൾക്ക് കർത്താവ് ഒരുക്കും. ആഗ്രഹമുള്ളവർക്ക് വേണ്ടി തമ്പുരാൻ വഴി തുറക്കും. ഇനി ദൈവം നിങ്ങൾക്ക് വേണ്ടി യാത്രയ്ക്ക് വേണ്ടിയുള്ള വഴികളെ തുറക്കും. ആഗ്രഹിച്ചാൽ മതി. ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ തയ്യാറായിത്തീരും. ഇന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടാൻ തക്കതായിട്ടുള്ള ദുബായിലാണെങ്കിൽ ഒരു ഹോള് നിങ്ങൾ അന്വേഷിക്കുക. അതിന്റെ റെന്റ് എന്ന് ഓർത്ത് ഇനി റെന്റ് കൊടുക്കേണ്ടി വരുമെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. അതിന്റെ ക്രമീകരണങ്ങൾ ഞാൻ വരുന്ന കാര്യത്തിലോ അതിന്റെ വരവോ പോക്കോ ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട. അത് താമസവും നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയാൽ മതി, ഞാനവിടെ താമസിച്ചോളാം. അതിന്റെ എക്സ്പെൻസുകളൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവ് അത് ഒരുക്കും. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാട്ടിൽ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളെ ഓർത്ത് പിന്നീട് മുന്നോട്ടും പ്രാർത്ഥിക്കുക. അതിന്റെ ക്രമീകരണങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെട്ടത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇപ്പോഴേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. കർത്താവ് സഹായിക്കും. ഞാൻ പിന്നീട് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് മീറ്റിംഗ് കഴിയുമ്പോൾ. എപ്പോഴും പറയുന്നതാണ്, അതുകൊണ്ട് പിന്നെ അത് പറയരുത്. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ പറഞ്ഞു തുടങ്ങുവാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. സിസ്റ്ററെ, പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത്ഭുതം നടന്നു കഴിഞ്ഞു. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി. വലിയ സാക്ഷ്യം കാണാൻ വേണ്ടി പോകട്ടോ. പറഞ്ഞു പറഞ്ഞു. ബ്രദറെ, ഞാൻ പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ്. ബ്രദറെ, വേലായുധൻ എന്ന് പറഞ്ഞില്ലേ,
ഒരു അപ്പൊ അത് ചേട്ടനും അനിയൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനും അച്ഛന്റെ അനിയൻ വേലായുധനാണ്. അവര് മരിച്ചുപോയി. ഈ സ്ഥലത്തിന്റെ തർക്കം ഇപ്പോഴും ഉണ്ട് ബ്രദറെ. ആ സ്ഥലവും യാതൊരു വിറ്റ് പോകാനും പറ്റില്ല. അടുത്തുള്ളവരെല്ലാം ഈ സ്ഥലം വിൽക്കാനായിട്ട് മുടക്കുക. അത് ദോഷമുള്ള സ്ഥലമാണ്, അത് വാങ്ങരുത് പറഞ്ഞ് അതെല്ലാം മുടക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കാണെങ്കിൽ ആ വീട്ടിൽ താമസിച്ചാൽ ഇതുപോലെ രോഗങ്ങളും എല്ലാവർക്കും രോഗങ്ങളും പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നവരാരും ശരിയായിട്ട് നല്ല രീതിക്ക് അവിടെ ഇരുന്നിട്ടില്ല. രോഗങ്ങൾ വന്ന് മരിക്കുകയും പല രീതിക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ മുന്നേ ബ്രദർ ആ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണി എന്നുള്ളൊരു ഒരു അമ്മച്ചനെ കാണിക്കേണ്ട അവര് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ഇടപെടലായിരുന്നു ദൈവത്തിന്റെ. ദൈവം ഈ എന്താണ് വേലായുധ എന്ന് പറയുന്ന പിതാവിന്റെ പേര് വല്ല ഞങ്ങളുടെ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ടോ? ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവര് ചേട്ടനിയന്മാര് രണ്ടുപേരാണ് ബ്രദറെ, അച്ഛനും എത്ര പേര് ആലോചന കേട്ടത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വർഷങ്ങൾക്ക് മുമ്പ് കയറിക്കൂടിയ ഒരു പ്രതികൂലത്തെയാണ് കർത്താവ് ഇന്നത് പുറത്താക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളെ എത്രത്തോളം കാണുന്നു, ആ തടസ്സങ്ങളെ കർത്താവ് എത്രത്തോളം അറിയുന്നു. ഇന്ന് അത്ഭുതം, ഇന്ന് മുതൽ പറഞ്ഞോണം, ഞങ്ങൾ ആ സ്ഥലത്ത് ദേശക്കാര് കാണുക അതിശയത്തോടെ ആൾക്കാർ നോക്കും, ഞങ്ങൾ അവിടെ ഫലം കായ്ക്കുമെന്ന് വിളിച്ചു പറഞ്ഞോണം. ഇന്നു മുതൽ ആ പ്രതിസന്ധി മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതം അവിടെ കാണാൻ വേണ്ടി പോകട്ടോ. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് അവിടെ നിർത്താൻ വേണ്ടി പോവാണ്. ഇന്ന് നിന്നയോടെ നോക്കുന്നവരൊക്കെ നാളെ സാക്ഷ്യമാക്കി നിങ്ങളെ പറ്റി പറയും. ഗോഡ് ബ്ലസ് യു. സ്ട്രേറ്റ് എടുത്തത് പ്രാർത്ഥിച്ചോട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞ് അത് പരിശുദ്ധാത്മാവ് പറയണ ദിവസം ഞാൻ എടുത്തോളാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം തന്നെ ബ്രദർ ആ ക്ലാസ് എടുക്കണത് ഇങ്ങനെ ദർശനം കാണുവാനിടയായി. അതിനുശേഷം അന്ന് ആ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പം ഒത്തിരി പഠിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തൊക്കെ കാണുന്നത്, നമ്മളെ വിഷമമുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടോണ്ടിരുന്നപ്പോ തന്നെ 4 പേരുടെ നാല് പേര് നമ്മൾ ഒറിജിനലായിട്ട് തന്നെ ഉള്ളവരെ കാണിക്കാനിടയായി. അപ്പൊ ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, എനിക്ക് ഒരു 18 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം പോയതാണ്. ഇപ്പൊ ബ്രദറിന്റെ ഈ മീറ്റിംഗിൽ കയറിയ പിന്നെയാണ് എനിക്കത് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ബ്രദർ പറഞ്ഞ എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും 4 പേരുടെ മുഖം ശരിക്കും കാണിച്ചു. ഒരാള് മരിച്ചു പോയതാണ്, ബാക്കി 3 പേരും ജീവിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഒന്ന് എന്റെ ചേച്ചിയായിരുന്നു. അപ്പം ഞാൻ ചേച്ചീനെ വിളിച്ച് ചോദിച്ചു. മിനിങ്ങാന്നായിരുന്നു ആ സംഭവം. ഞാൻ ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു, നീ കണ്ടത് ശരിയാണ്, എന്നോട് വേറൊരാളും ഇങ്ങനെ വിളിച്ച് ചോദിച്ചു എന്താ പറ്റിയെന്ന്. അപ്പൊ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ അങ്ങനെ എനിക്കുണ്ടാകാൻ ഇടയായി. പിന്നെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ അറിയുന്ന ഒരു കൊച്ച് ദുബായിലായിരുന്നു. അത് തിരിച്ചു വീട്ടിൽ വന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്കും വേണ്ടിയാണ് ദൈവം അതിനെയും കാണിച്ചു തന്നു. അതിന്റെ മമ്മിയോടും പപ്പയോടും പറയുവാൻ ഇടയായി. അവരും അങ്ങനെ അത്ഭുതകരമായിട്ട് ഇങ്ങനെ ആലോചിച്ചു, അത് ശരിയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു നേരത്തെ ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നതാണ്, ഇപ്പൊ അല്ല. അപ്പൊ അതിനോട് ഞാൻ ധൈര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ നീ ഞാൻ പറയേണ്ടതാണെങ്കിൽ എനിക്ക് ദൈവം തക്ക സമയത്ത് ആ വ്യക്തിനെ എന്റെ മുൻപിൽ കൊണ്ടുവരണേന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവിടെ 2 ഭാര്യയും ഭർത്താവും നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓടിപ്പോയി ഇങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു, നല്ല കാര്യമാണ്, അത് ശക്തമായി പ്രാർത്ഥിക്കുക, എനിക്ക് പ്രാർത്ഥന ഒത്തിരി വേണമെന്ന് പറഞ്ഞു. അത് റോമൻ കാത്തലിക്കാണ്. എന്നാലും ഞാൻ ദൈവം അത്രേ എനിക്കൊരു ധൈര്യം തന്നു. അത് ബ്രദറിന്റെ പ്രാർത്ഥന എന്നെ പഠിപ്പിച്ച പഠിപ്പിൽ എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പിന്നെ വേറൊരു മുഖം കാണിച്ചത് അത് മരിച്ചു പോയതാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ എന്നെ കാണിച്ചു. എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. വേറൊരു ദിവസം ഇതുപോലെ എന്റെ കൂട്ടുകാരിയുടെ അപ്പച്ചന് സുഖമില്ലാതെ ആശുപത്രി വരുന്ന കണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്റെ അച്ചായനും കൂടി അവര് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാനിടയായി. പിറ്റേ ദിവസം എന്നെ വിളിച്ചു, ഞങ്ങളിങ്ങനെ ആശുപത്രിയിലാണ്, എനിക്ക് പോകാൻ പറ്റില്ല. 2ാമത്തെ ദിവസം ഞാൻ ചെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ യേശുവിന്റെ തിരുമുറകളാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞ് അപ്പച്ചന്റെ ദേഹത്ത് തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ സിസ്റ്റർ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു, ഇത് നിഖിൽ ബ്രദറിന്റെ ഗ്രൂപ്പിലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഗ്രൂപ്പ് എടുക്കാൻ അറിയില്ല, ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട്, അങ്ങനെ എനിക്ക് നല്ല
ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു കൂടപ്പിറപ്പ് പോലെ ബ്രദറും ഒരു സഹോദരനും ആ സഹോദരി എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെ ഞങ്ങൾക്ക് അങ്ങനെ അവിടെ വെച്ച് വീണ്ടും ശക്തമായിട്ടൊരു ആത്മീയ ബന്ധം പുലർത്താനിടയായി. അത് വളരെ അനുഗ്രഹമാണ്. ദൈവത്തിന് ഒത്തിരി നന്ദി. ദൈവത്തില് ഞങ്ങളെ കൊണ്ടുവരുന്നതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട്. ദൈവത്തിനും ദൈവദാസനും നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററുടെ ആത്മീയ കണ്ണുകളെ, സ്പിരിച്വൽ ഐസിനെ തുറക്കുന്ന കാര്യം സിസ്റ്റർ പറഞ്ഞത്. പല കാഴ്ചകൾ നടക്കാൻ പോകുന്ന പല കാഴ്ചകളെ മുൻകൂട്ടി കാണിക്കുകയും പല കാര്യങ്ങളെ കർത്താവ് സംസാരിക്കുകയും ചെയ്ത കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പം സിസ്റ്ററുടെ ഉള്ളിൽ ആ മങ്ങിപ്പോയത് തുറന്നു വരാനിടയായി തീർന്നു. പല ദർശനങ്ങൾ കർത്താവ് തുറന്നു വന്നു സിസ്റ്ററെ. അത് കൂടുതൽ ഉപയോഗിച്ചോണം. ഇനിയും ആഴങ്ങളിൽ കർത്താവ് കാണിക്കും. അനേക ആലോചനകളെ കർത്താവ് കാണിക്കും. അനേക കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും. പരിശുദ്ധാത്മ പിന്നെ സഹായിക്കും. അനേകർക്ക് അത് പ്രയോജനപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു ബ്രദറെ, ഞാന് പറഞ്ഞു സാക്ഷിയുള്ളവർ പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാന് ഇവിടെ യൂട്യൂബില് കണ്ടോണ്ടിരുന്ന് പിന്നെ എന്റെ മോളെ കൊണ്ട് ഞാനത് സൂമില് വാട്സപ്പില് ഇത് ചെയ്തു. അത് കഴിഞ്ഞ് വാട്സപ്പില് ബ്രദറ് മെസ്സേജ് ഒക്കെ ഇട്ട് തരുന്നതാ ഞാൻ കേട്ടോണ്ടിരുന്നത് ഇത്രയും നാളും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഭവനത്തിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ആ മോളോട് പറഞ്ഞു എനിക്ക് യൂട്യൂബിൽ കയറാൻ അതൊന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നു. ഞാൻ ഇന്നലെ എന്നും ബ്രദറിന്റെ മീറ്റിംഗ് കൂടാറുണ്ട് യൂട്യൂബിൽ അയച്ചു തരുന്നത്. ഇപ്പൊ എനിക്ക് നേരിട്ട് സൂമിൽ കൂടാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. ഞാൻ ഇന്നലെ എനിക്ക് ഷുഗർ വന്നിട്ട് 9 വർഷമായി. ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഈയിടെയായിട്ട് കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ തീരുമാനമെടുത്തു. ഷുഗർ മാറിയത് ഇങ്ങനെ സാക്ഷ്യം കേട്ടു. അപ്പൊ ഞാൻ ഇന്നലെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, കർത്താവ് എനിക്ക് സൂമിൽ ഒരു സാക്ഷിയായി, കർത്താവിന്റെ സാക്ഷിയായി എനിക്ക് നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ മുതൽ മരുന്നൊന്നും കഴിക്കുന്നില്ല. ബ്രദറെ, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ മോന് 8 വർഷമായി. അവൻ നഴ്സിംഗ് പഠിച്ചതാ, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ അവസ്ഥയിൽ ഇരിക്കുന്നു. എപ്പോഴും ഒരാഴ്ച ജോലിക്ക് പോയാൽ പിന്നെ 1 മാസം ആശുപത്രിയിൽ കിടക്കും. അങ്ങനെ 8 വർഷമായി. ഇപ്പൊ സിസ്റ്റർ, അത് കർത്താവ് അത്ഭുതം ചെയ്യും. സിസ്റ്റർ ഇന്ന് മുതൽ വിശ്വാസാലാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്നതെങ്കിൽ ടെസ്റ്റ് ചെയ്യണം. ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, മരുന്നില്ലാതെ സിസ്റ്റർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ പോയി ടെസ്റ്റ് ചെയ്യണം. ആ കൺഫർമേഷൻ സൗഖ്യം കാണുന്നത് വരെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്. കാരണം വെച്ചാൽ ഓൾറെഡി രോഗമുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടതാണെങ്കിൽ സൗഖ്യമാകുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കർത്താവ് നമുക്ക് കൂട്ടി ഉറപ്പിച്ചു തരും. തലമുറകളുടെ വിഷയം കർത്താവ് അത്ഭുതമാക്കി മാറ്റും. ഈ ദിവസങ്ങളിൽ ഇന്ന് കേട്ട വചനപ്രകാരം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ദൈവം അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഈ സമയത്ത് സാക്ഷ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോട്ടെ. പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യങ്ങളുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞോ പറഞ്ഞോ. ബ്രദറെ, 2 ദിവസം മുന്നേ ഞാൻ പുറത്തു വന്നപ്പം എന്റെ മകളുടെ വാള, സ്വർണത്തിന്റെ ഒരു വാള കയ്യിൽ നിന്ന് മിസ്സായിട്ട് ഞങ്ങള് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ പുറത്തു പോവാതെ ഞങ്ങള് ഈ വീട് മൊത്തമായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്നും കിട്ടിയില്ല. പക്ഷെ അപ്പോഴും ഞാനിങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ദൈവം അത്ഭുതം ചെയ്യും, ഞങ്ങളുടെ ഉണ്ട്, അത് കാണിച്ചു തരുന്ന. ഇങ്ങനെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. മനസ്സിൽ പുറത്ത് പോകുമ്പോഴൊക്കെ അതിങ്ങനെ ആലോചിച്ചിട്ട് തന്നെയാണ് ഉണ്ടായത്. അപ്പോഴൊക്കെ ഞാൻ പോകുന്ന വണ്ടിയിലൊക്കെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. വന്നിട്ട് അഡ്ജസ്റ്ററെ വിളിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അമ്മ വെറുതെ ഒന്ന് പുറത്തിറങ്ങി. ഞങ്ങളുടെ വീട്ടില് വേറെ ഞങ്ങൾ നോക്കാത്ത സ്ഥലങ്ങളിൽ ബാക്കി ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലവും അരിച്ചു പെറുക്കി. പക്ഷെ ലാസ്റ്റ് അമ്മ പുറത്തു പോയിട്ട് ഷെൽഫ് നോക്കിയപ്പോ അതിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ വാള കിട്ടി. അപ്പൊ ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ദൈവം തിരിച്ചു തന്നാൽ ഞാൻ ബ്രദറിന്റെ മീറ്റിംഗിൽ സാക്ഷ്യം പറയാന്നുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ദിവസം ദൈവം തിരിച്ചു തന്നു. ദൈവത്തിന് മഹത്വം. നന്ദി കർത്താവേ. പ്രിയമക്കളുടെ നന്മ നഷ്ടപ്പെട്ടു പോകാതെ നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ എന്നുള്ള വചനപ്രകാരം നഷ്ടപ്പെട്ടു പോകാതെ മടക്കി കിട്ടിയല്ലോ കർത്താവെ, നന്ദി പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചല്ലോ. കർത്താവ് കേൾപ്പിച്ച സാക്ഷ്യത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കും. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുക. ഞാൻ കുവൈറ്റിൽ നിന്നാണ്. എന്റെ മോളുടെ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ
ഒരു സഹോദരി പറഞ്ഞതുപോലെ ബ്രദറിന്റെ ഈ ഇടയ്ക്കുള്ള ക്ലാസ്സുകളൊക്കെ അവൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ഒരു വിശ്വാസത്തിന്റെ ഉൾക്കണ്ണ് അവൾക്ക് തുറന്ന് ലഭിച്ചു. അവൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നാൽ കുഞ്ഞിന് ഈ ഇടകളിൽ അവള് ഹയർ സ്റ്റഡീസിന് വേണ്ടി ദുബായി പോയിട്ട് ഇപ്പോൾ 1.5 മാസം ആയതേ ഉള്ളൂ. ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. കർത്താവിന്റെ പദ്ധതി ആകുന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവിടെ. അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ അവിടെ ലഭിച്ചു. കർത്താവുമായിട്ടുള്ളൊരു ആത്മബന്ധം അവൾക്ക് കൂടുവാൻ സാധിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കുറച്ച് നാളുകളായിട്ട് ഞാനൊരു വചനം പറഞ്ഞ് പ്രാർത്ഥന, ആ വചനത്തിന് നിവൃത്തി എനിക്ക് കാണുവാൻ സാധിച്ചു. എന്റെ മേലുള്ള എന്റെ കർത്താവിന്റെ ആത്മാവ്, എന്റെ കർത്താവിന്റെ വചനങ്ങളും എന്റെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ വായിൽ നിന്നും, എന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാൾ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് ഞാൻ ആ വചനം ഇന്നോട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് കർത്താവിന്റെ പ്രവൃത്തി അവിടെ നടക്കുവാൻ തുടങ്ങി. എന്റെ കുഞ്ഞിന് ആത്മകണ്ണുകളെ തുറക്കുവാൻ സാധിച്ചു. ഈ നാളുകൾ അവരുടെ ഫ്രണ്ട്സിന്റെ വിഷമങ്ങളൊക്കെ അവളെ മുന്നമേ കാണിക്കാൻ തുടങ്ങി. അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരു കൃപ കൊടുത്തു. അതുപോലെ മെനിഞ്ഞാത്തെ ക്ലാസ് അവൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പിന്നെ അവൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ അവൾക്ക് ഓരോ ഇമേജുകൾ ഇങ്ങനെ അവൾ കണ്ടിട്ടില്ലാത്ത ഇമേജുകളൊക്കെ അവൾക്ക് വരുവാൻ തുടങ്ങി. അന്നേരം എന്നോട് പറഞ്ഞു, മമ്മി ഞാനിത് ചിന്തിക്കുന്നതാണോ അതോ എന്നെ കർത്താവ് കാണിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കൾ പ്രാർത്ഥിക്കുക, കർത്താവ് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു നിനക്കത് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഇന്നലെ അത് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവൾക്ക് ഓരോ ഇമേജുകൾ ഇങ്ങനെ ഒരു ട്രീ കാണിക്കുന്നു, ഒരു ഷിപ്പ് കാണിക്കുന്നു, ഒരു കടൽ കാണിക്കുന്നു, അങ്ങനെ ഓരോ ഇമേജുകൾ ഇങ്ങനെ കാണിക്കുന്നു. അവൾ വിചാരിച്ചു ഇതെന്താണ്, ഇമേജ് എന്താണ് എന്ന്. അപ്പോൾ അവൾ ആ ഇമേജുകളെല്ലാം ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ ഇട്ടിട്ട് ദുബായ് നടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ എമ്പളമാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ഇത് കർത്താവ് സംസാരിക്കുന്നതാണെന്നുള്ളത് നിന്നെ വ്യക്തമായിട്ട് അത് കാണിക്കാൻ വേണ്ടി കർത്താവ് അത് ഇമേജ് കാണിച്ചതാണ്. അത് നിന്റെ ആത്മ കണ്ണുകൾ തുറന്നതാണ്. കിട്ടിയ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു വിശ്വസി എന്നും അവള് ബ്രദറിന്റെ ഈ കൂട്ടായ്മയിൽ അവള് കയറുന്നുണ്ട്, അവള് വചനം ധ്യാനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളത് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. മമ്മി ഇച്ചിരൂടെ ഒന്ന് ക്ലിയർ ആകട്ടെ, ഇച്ചിരൂടെ ആത്മബലം എനിക്ക് കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിന് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഹേമിച്ചു, നീ എന്തുകൊണ്ട് സാക്ഷ്യം പറയുന്നില്ല, നിന്റെ മകളെ കുറിച്ചുള്ള സാക്ഷ്യം പറയുന്നില്ല എന്ന് എന്നെ ഹേമിച്ചതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത്. ദൈവം കർത്താവ് ബ്രദറിനെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നൽകി തന്നിരിക്കുന്ന ആ കൃപാവരം ഞങ്ങളിലേക്കും പകരുവാനും കർത്താവ് നൽകി തന്നിരിക്കുന്ന ആത്മപ്രേരണത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. തീർച്ചയായിട്ടും മിസ്റ്റർ കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. മകളുടെ സ്പിരിച്വൽ ഐസ്, ആത്മക്കണ്ണുകളെ തുറന്ന സാക്ഷ്യം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നു നമ്മൾ ശുശ്രൂഷയുടെ അടുത്തൊരു ലെവലിലേക്ക് കയറാൻ വേണ്ടി പോവാന്ന്. അപ്പൊ അനേക ആൾക്കാർക്ക് ആത്മീയങ്ങളെ തുറന്ന് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനും കർത്താവ് അവരുടെ ദർശനങ്ങളോടെ സംസാരിക്കുവാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് ദർശനങ്ങളാലും കൃപാവരങ്ങളാലും തുറക്കും. ഞാൻ മർക്കോസിന്റെ സുവിശേഷം തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ശുശ്രൂഷയിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക ഒരു സൂം മീറ്റിംഗ് വെക്കുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ഒരു ക്ലാസ് ഈ ദിവസങ്ങളിൽ വരുന്നത്. അതിൻ്റെ അകത്ത് കൃപാവരങ്ങളെ പറ്റി, സുവിശേഷ വേലയെ പറ്റി, ശുശ്രൂഷയെ പറ്റിയൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അന്നത്തെ ദിവസവും മുന്നോട്ട് വെക്കുകയും നിങ്ങളുടെ ആത്മകണ്ണുകളെ തുറന്ന് ദർശനങ്ങൾ കാണുവാനും അനേകരെ സഹായിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിത് കാണുന്നത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് പൊതുപ്രയോജനത്തിനായി നിന്നിലുള്ള കൃപാവരങ്ങൾ അനേകർക്ക് ഇത് അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. ഗോഡ് ബ്ലസ് യു. നമുക്ക് വീണ്ടും പിന്നെ സാക്ഷ്യങ്ങൾ തുടർമാനമായിട്ട് കേൾക്കാം. സമയം മുന്നോട്ട് പോയതുകൊണ്ടാണ്. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇന്നു മുതൽ പ്രാർത്ഥിക്കുക. പട്ടണങ്ങളിൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദൈവാത്മാവ് ഇടപെടുന്ന പട്ടണങ്ങളിലാണ് നമ്മൾ പ്രാർത്ഥന വെക്കുന്നത്. എൻ്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവെ എൻ്റെ പട്ടണത്തിൽ വേഗത്തിൽ ഒരു പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ കർത്താവെ ഇടയാക്കണമേ. ഞാൻ ആയിരിക്കുന്ന രാജ്യത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ ഇടയായി തീരണേ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ഇടപെടും. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്യുക. ലൈവിൽ കാണുന്നവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് വൻ കാര്യങ്ങളെ ചെയ്യാം. കർത്താവിന്റെ നാമത്തിൽ അനേകർക്ക് ഈ വചനം കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തകർന്ന ഭവനങ്ങൾ പണിതപ്പെടട്ടെ, തകർന്ന ജീവിതങ്ങൾ രക്ഷപ്പെടട്ടെ. ആ കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്താലും പ്രവചനത്താലും അവരുടെ ജീവിതത്തെ കർത്താവ് അത്ഭുതം നടത്തുമെന്ന് കേട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്കൊരു തെളിവാണ്. ഗോഡ് ബ്ലസ് യു. ലൈവിലുള്ളവരോട് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളെ